Greetings to all teachers in the matchless name of our Lord and Savior Jesus Christ. Today, as you all know, we have gathered here for our teachers' counseling session. We have invited our chairman for today, and for the next 3 days will be our pastor, our church pastor, Pastor P.M. Roy. I will request Pastor to take over the lead. അമേ പ്രൈസലോ. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ മീറ്റിംഗ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധനായ പ്രിയ പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രിവേളയിൽ അവിടുത്തെ മക്കളായ ഞങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വസ്ഥ പിതാവേ, അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ അവിടുത്തെ സഹായിക്കുന്നല്ലോ. SPA സൺഡേ സ്കൂളിന്റെ ടീച്ചേഴ്സ് കൗൺസിലിംഗ് മീറ്റിങ്ങിനുള്ള ബന്ധത്തിൽ ഇപ്രകാരം ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിക്കുന്നല്ലോ. കർത്താവെ, കാലാകാലങ്ങളിലായി അങ്ങ് ഞങ്ങളെ ഓമന പേർ ചൊല്ലി വിളിച്ച് ഓരോ ദേശത്ത് ഓരോ സ്ഥാനത്ത് ദൈവനാമ മഹത്വത്തിനായിട്ട് ഞങ്ങളെ നിർത്തിയിരിക്കുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത ഒരു വലിയ രാത്രി ഞങ്ങളുടെ മുമ്പിൽ വരുന്നതിന് മുമ്പേ പകലിടത്തോളം അയച്ചന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്ത് ദൈവനാമ മഹത്വത്തിനായിട്ട് നിൽക്കുവാൻ ദൈവസനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന ഈ തലമുറയിൽ കർത്താവ് ഞങ്ങളുടെ വാശിലെ കുഞ്ഞുങ്ങളെ കർത്താവ് ഒരു നല്ല തലമുറയായിട്ട് വാർത്തെടുക്കുവാൻ ഏറിയ ദർശനത്തോടെ ഈ നാട് നിൽക്കാൻ ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ ഓരോ ടീച്ചേഴ്സിനെയും അതിനായിട്ട് ബലപ്പെടുത്തുവാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ 3 ദിനങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ദൈവവചനത്തിന് മുമ്പാകെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ദൈവവചനത്തിന്റെ ആഴമായ മർമ്മങ്ങളും കർത്താവെ വചനത്തിന്റെ ആലോചനകളും ഒക്കെ കർത്താവ് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിന് വിലപ്പെട്ട ദാസനെ ഞങ്ങളുടെ മധ്യയെ അയച്ചല്ലോ. ഈ 3 ദിനങ്ങൾ ദൈവവചനം വെളിപ്പാടി നിന്നുകൊണ്ട് ആത്മാവിന്റെ നിറവോടുകൂടെ ദൈവവചനം പറഞ്ഞു തരാൻ തക്കവണ്ണം അവിടുത്തെ വിലപ്പെട്ട ദാസനെ അധികാരപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ അങ്ങയോട് താഴ്മയോടെ പ്രാർത്ഥിക്കേണ്ടതാത. ജോയിൻ ചെയ്ത എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ജോയിൻ ചെയ്യാനുള്ളവരെയും വേഗത്തിൽ കർത്താവ് കൂട്ടി വരുത്തണമേ. നല്ല പാട്ടുകൾ ഒന്നിച്ചു പാടി ദൈവത്തെ സ്തുതിപ്പാൻ പ്രാർത്ഥിപ്പാൻ ഒടുവിലായി അവിടുത്തെ വിലപ്പെട്ട ദാസനിലൂടെ അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ആലോചനകൾ ഏറ്റുവാങ്ങുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ശുശ്രൂഷയ്ക്ക് പരിശുദ്ധാത്മാവ് തുണ നിൽക്കണമേ. അവിടുത്തെ നാമം മഹത്വപ്പെടണമേ. യേശു കർത്താവ് നിസ്തുല നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവാം ദൈവമേ, ആമേൻ. നമ്മളൊരു പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയ ശുഭ തന്നെ അതിനായിട്ട് ക്ഷണിക്കുന്നു. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ. സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ. സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. തിരുക്കരങ്ങൾ നിരത്തി വെച്ചു, താരകങ്ങൾ ഗഗനേ. ഒരുക്കിയവൻ നമുക്കു രക്ഷാ മാർഗമതിന്നു മുന്നേ. തിരുക്കരങ്ങൾ നിരത്തി വെച്ചു, താരകങ്ങൾ ഗഗനേ. ഒരുക്കിയവൻ നമുക്കു രക്ഷാ മാർഗമതിന്നു മുന്നേ. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു, ജീവിക്കുന്നു നമുക്കായി. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു.
വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കായി. കണ്ടില്ല കണ്ണുകളി കരുണയിൻ കരചലനം, കേട്ടില്ല മാനവരിൻ കാതുകൾ തൻ ചരണം. കണ്ടില്ല കണ്ണുകളി കരുണയിൻ കരചലനം, കേട്ടില്ല മാനവരിൻ കാതുകൾ തൻ വചനം. ദേവാദിദേവനീ പാറിൽ വന്നു, പാപിയെ തേടി വന്നു, വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കായി. ദേവാദിദേവനീ പാറിൽ വന്നു, പാപിയെ തേടി വന്നു, വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കായി. തലമുറയായ അവൻ നമുക്ക് നല്ലൊരു സങ്കേതമായി, പലമുറ നാം പാടിയിടുക പരമനു സങ്കീർത്തനം. തലമുറയായവൻ നമുക്ക് നല്ലൊരു സങ്കേതമായി, പലമുറ നാം പാടിയിടുക പരമനു സങ്കീർത്തനം. ദേവാദിദേവനീ പാറിൽ വന്നു, പാപിയെ തേടി വന്നു, വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കായി. ദേവാദിദേവനീ പാറിൽ വന്നു, പാപിയെ തേടി വന്നു, വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കായി. ധ്യാനിക്കുവിൻ തൻ കൃപകൾ, പുകഴ്ത്തുവിൻ തൻ ക്രിയകൾ, മാനിതനാം തൻ നാമം മഹിമകൾ വർണ്ണിക്കുവിൻ. ധ്യാനിക്കുവിൻ തൻ കൃപകൾ, പുകഴ്ത്തുവിൻ തൻ ക്രിയകൾ, മാനിതനാം തൻ നാമം മഹിമകൾ വർണ്ണിക്കുവിൻ. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു, വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കായി. ദേവാദിദേവനീ പാരിൽ വന്നു, പാപിയെ തേടി വന്നു, വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കായി. ആമേ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലവടക്കാം. തുടർന്നുള്ള സമയങ്ങൾ നമ്മൾ കർത്താവിന്റെ ദാസനിൽ നിന്ന് ദൈവവചനം കേൾക്കുകയാണ്. ദൈവവചന വെളിപ്പാടിൽ പരിശുദ്ധാത്മാവ് നിറവോടുകൂടെ വചനം പറഞ്ഞു തരാനായിട്ട് കഥാദാസനെ അധികാരപ്പെടുത്തട്ടെ. നമ്മുടെ സൺഡേ സ്കൂളിൽ ദൈവവചനം പഠിക്കുന്ന നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെ വചനം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് വേണ്ടിയും കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ 3 ദിനങ്ങൾ ഇപ്രകാരം നാം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകട്ടെ, ദൈവനാമം മഹത്വമാകട്ടെ. പ്രിയ സാറിനെ ഇന്ന് രാത്രി ദൈവവചന ശുശ്രൂഷയ്ക്കായി ശക്തീകരിപ്പാൻ തക്കവണ്ണം നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ബ്രദർ സജി ഷൗമൻ ഈ സമയം പ്രാർത്ഥനയ്ക്കായിട്ട് അവസരം എടുക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹത്വത്തിന് പ്രത്യാശയ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അടിയങ്ങൾക്ക് ഒരുമിച്ച് തിരുപാദപ്പെടുത്തി കിടന്നു എൻ്റെ അപ്പച്ചനും എൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തന്ന നല്ല സാവകാശനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവജനത്തിന് മുമ്പാകെ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവമേ പ്രത്യേക ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
അടിയങ്ങളെ പഠിപ്പിക്കുവാനുള്ള ദൈവീയ കൃപ കൊണ്ടും ദൈവീയ പരിജ്ഞാനം കൊണ്ടും ദൈവമേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ പൂർണ്ണ നിയോഗത്തിൽ ദൈവമേ ഞങ്ങൾക്കത് പറഞ്ഞു തരുവാനുള്ള പ്രത്യേക നിയോഗം ദൈവമേ ദൈവദാസനം കൊടുക്കുമാറാകണമേ. പ്രത്യേക അഭിഷേകം കൊണ്ടങ്ങ് നിറയ്ക്കുമാറാകണമേ. അല്പസമയം ഞങ്ങൾ അപ്പച്ചൻ്റെ പിന്നെ പാദപ്പെടുത്തലായിരിക്കുമ്പോൾ ഞങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാക്കി അങ്ങ് തീർക്കുമാറാകണമേ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാൻ ദൈവമേ അതിനുള്ള കൃപ ദൈവമേ ഞങ്ങൾക്ക് അധ്യാപകർക്ക് തരുമാറാകണമേ. അവരുടെ ഉള്ളങ്ങളോട് ദൈവസ്നേഹത്തിൽ ഇടപെടുവാൻ ദൈവജനത്തിന് അടിസ്ഥാനമായി സത്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ദൈവിക കൃപയും ദൈവിക പരിജ്ഞാനവും ഒക്കെയും അടിയങ്ങൾക്ക് അധികമായി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ. ഞങ്ങൾ ഈ വഷളം നിറഞ്ഞ ലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ പൈതങ്ങൾ മുമ്പാകെ ലോകത്തിന്റെ വെളിച്ചങ്ങളായി ലോകത്തിന്റെ ഉപ്പായി തീരുവാൻ ദൈവമേ അവരുടെ മുമ്പാകെ ദൈവമേ സാക്ഷിയുള്ളവരായി ദൈവമേ ആയിത്തീരുവാൻ ദൈവമേ അങ്ങനെ ആയിത്തീരുവാൻ ദൈവമേ അത് പ്രകാരം ഏത് രീതിയിൽ ക്രമീകരിക്കണം ആ രീതിയിലായി തീരുവാൻ ഒക്കെയുള്ള കൃപ ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ സഭയ്ക്കും ദേശത്തിന് ചുറ്റുപാടിനൊക്കെ അനുഗ്രഹമായി തീരുമാറ് ദൈവമേ ഹല്ലേലൂയ. ഞങ്ങൾ കൂടെ ഒരു വലിയ പ്രവൃത്തി ദൈവമേ അങ്ങ് ചെയ്തെടുക്കുമാറാകണമേ. ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവദാസനെ അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേക അഭിഷേകം കൊണ്ട് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച സമസ്ത വിഷയ അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. സകല മാനമോത്വമെല്ലാം ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ഒരു കൗൺസിലിംഗ് പ്രോഗ്രാം ഇതുപോലെ ഏറിയ നാളുകളായിട്ട് നമ്മൾ ആഗ്രഹിച്ചതാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കത്തക്ക നിലയിൽ സർവശക്തനായ ദൈവം നമുക്ക് തരുന്ന സാവകാശങ്ങൾക്കായി ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പി ടി തോമസ് അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് എല്ലാവർക്കും തന്നെ പരിചിതനാണ് കർത്താവിന്റെ ദാസൻ. ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തിയോടെ ദൈവം ഉപയോഗിക്കുന്ന അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസൻ ഒരു ബൈബിൾ കോളേജ് അധ്യാപകനായി കൺവെൻഷൻ പ്രാസംഗികനായി ഒക്കെ ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തനായി നിന്ന് കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ നിൽക്കുന്ന അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസനാണ്. പുതുപ്പള്ളി IPC സഭയിലാണ് തന്റെ മെമ്പർഷിപ്പ്. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഇതുപോലെ നമുക്ക് ലഭിച്ചതിൽ ഒരുപാട് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഞങ്ങൾ നാട്ടിൽ പാലക്കാട് വടക്കഞ്ചേരി ദൈവസഭയിലായിരുന്ന കാലത്ത് കർത്താദാസനെ ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കാനും ഒരുമിച്ച് മീറ്റിംഗിൽ ആയിരിക്കാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. ആ നല്ല നാളുകളെ സന്തോഷത്തോടെ ഓർത്ത് കർത്താവിന്റെ മഹത്വം അർപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ ദൈവം തരുന്ന സാവകാശങ്ങൾക്കായിട്ട് സ്തോത്രം. ഇനി ഒട്ടും ഞാൻ മുഖവരിക്ക് സമയം എടുക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ ദാസൻ പരിചിതനാണ്. ഈ 3 ദിവസത്തെ ഈ ഒരു ക്ലാസ് നമുക്ക് നഷ്ടമല്ല. അത് കർത്താവിന് ധാരാളം പ്രാപിപ്പാനുള്ള ആ ഹൃദയ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നാം എല്ലാവരും ദിവസത്തിലായിരിക്കുമ്പോൾ ഹാർദമായി ഈ മീറ്റിംഗിലെ കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ സ്വാഗതം ചെയ്യുകയും തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താദാസനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീറ്റിംഗിൽ അധ്യക്ഷനായിരിക്കുന്ന ദൈവസഭയുടെ ശുശ്രൂഷൻ പാസ്റ്റർ റോയി അവർകൾ, അതുപോലെ സൺഡേ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആയിരിക്കുന്ന കർത്താവദാസി സിസ്റ്റർ ഷീബ, ബഹുമാന്യരായ സൺഡേ സ്കൂൾ അധ്യാപകർ, മറ്റുള്ള സൺഡേ സ്കൂളിന്റെ മറ്റ് ചുമതലകൾക്ക് ഉത്സാഹികളായിരിക്കുന്ന മറ്റ് സഹോദരങ്ങൾ, നിങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഹൃദയപൂർവ്വമായുള്ള വന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. ഇതൊരു വ്യത്യസ്തമായ ഒരു കൂടിവരവാണ്. അതെനിക്ക് നന്നായി അറിയാം. സാധാരണ നമ്മുടെ സൺഡേ സ്കൂളുകൾക്ക് ഇങ്ങനെയുള്ള പരിശീലന പരിപാടികളൊന്നും സാധാരണ നടത്താറില്ല. ഇപ്പോൾ കേരളത്തിൽ അവിടെ ഇവിടങ്ങളിലായി ഡിസ്ട്രിക്ട് തലത്തിലും ഒക്കെ ചെറിയ മീൻസ് അങ്ങനെയുള്ള ശുശ്രൂഷകൾ നടത്താൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഈ സംരംഭം ഇങ്ങനെ ഒരു 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 സമയം വേർതിരിച്ചതിൽ ഞാൻ നിങ്ങളെ അനുമോദിക്കുന്നു. എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ശുശ്രൂഷയ്ക്കായി അവസരം തന്നതിൽ ഞാൻ പ്രത്യേകം ദേവദാസനോടും സൺഡേ സ്കൂളിന്റെ ചുമതലപ്പെട്ട ദൈവമക്കളോടും പ്രത്യേകമായി പ്രാരംഭത്തിൽ തന്നെ എൻ്റെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. പാസ്റ്റർ പറഞ്ഞതുപോലെ അദ്ദേഹവുമായി ഒരുമിച്ച് ചില ദിവസങ്ങൾ വടക്കഞ്ചേരി IPC ചർച്ചിൽ വചനം ശുശ്രൂഷിക്കാനായിട്ടും അവരുടെ സ്നേഹവും സൽക്കാരങ്ങളും ശുശ്രൂഷകളും കൂട്ടായ്മയും ഒക്കെ അനുഭവിക്കുവാനും
കർത്താവ് തന്ന അവസരം ഞാൻ സന്തോഷത്തോടെ ഈ സമയം ദിവസങ്ങളിൽ ഓർക്കുന്നു. കർത്താവ് തന്റെ ദാസനെ നിങ്ങളുടെ നടുവിൽ അയച്ചിരിക്കുന്നത് സ്തോത്രം നിങ്ങൾക്കൊരു അനുഗ്രഹമാകണം, നിങ്ങളുടെ സഭയ്ക്ക് അതൊരു മുതൽക്കൂട്ടാകണം, ദേശത്തെ വേലയ്ക്ക് അതൊരു വലിയൊരു പ്രയോജനമാകണം. അതിന് കർത്താവ് അദ്ദേഹത്തെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതുപോലെ ബ്രദർ വിൽസൺ, അദ്ദേഹമാണ് എനിക്ക് ഇപ്പം ഇവിടെ അടുത്ത അയലോക്കത്ത് തന്നെയുള്ള സഹോദരനാണ്. സ്തോത്രം. അദ്ദേഹവുമായിട്ടും ഈ കൂട്ടായ്മ കർത്താവ് അനുവദിച്ചല്ലോ. അതുപോലെ എനിക്ക് പരിചയമായ പല സഹോദരങ്ങൾ അവിടെ ഉണ്ട്. സ്തോത്രം. വിഷസ് മാത്യു സാറിന്റെ മോള്, ഇവരെ നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് നമ്മള് അത് അർഹിക്കുന്ന പ്രാധാന്യം സഭ കൊടുക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. സൺഡേ സ്കൂൾ അർഹിക്കുന്ന പ്രാധാന്യം ദൈവസഭ അതിന് കൊടുക്കുന്നുണ്ടോ, അത് നമ്മളൊന്ന് വിചിന്തനം ചെയ്യുകയും സഭ ആ കാര്യത്തിൽ കൂടുതൽ ഉത്സാഹം കാണിക്കുകയും ചെയ്യണം. നല്ല ഒരു സൺഡേ സ്കൂൾ, ഒരു ഗുഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം സ്ഥലത്തുള്ള എൻ്റെ സൺഡേ സ്കൂളിൽ ഞങ്ങള് സഭയിൽ ഏകദേശം ഒരു 40 പേര് 50 പേരെ കൂടാനുള്ളെങ്കിലും 285 വിദ്യാർത്ഥികൾ ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ ഉണ്ടായിരുന്നു. അത് സമുദായ സഭകളിൽപ്പെട്ടവരും ഹിന്ദു വിശ്വാസത്തിൽപ്പെട്ടവരുമായ ധാരാളം കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ പഠിക്കുകയും അനേകർ കർത്താവിനെ സ്വീകരിക്കുകയും ചെയ്തത് ഞാൻ സന്തോഷത്തോടെ ഈ സമയം ഓർക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, സുവിശേഷീകരണത്തിലുള്ള ഒരു നല്ല ഉപാധിയാണ് സൺഡേ സ്കൂൾ എന്നുള്ളത് നമ്മൾ മറക്കരുത്. സ്തോത്രം. അങ്ങനെ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് മീൻസ് അതിനനുസരിച്ചുള്ള പരിശീലനങ്ങളും അതിനുള്ള പ്രോത്സാഹനങ്ങളും, അടുത്തൊന്ന് ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, അംഗീകാരവും, അത് ശുശ്രൂഷ എന്ന നിലയിലുള്ള അംഗീകാരവും കൊടുക്കുവാൻ സഭ ഉത്സാഹിക്കണമെന്ന് വ്യക്തിപരമായ നിലയിൽ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളുടെ സഭ എങ്ങനെയാണെന്ന്, എങ്കിലും പൊതുവായുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ പൊതുവിലൊക്കെ പറയുകയാണ്. സ്തോത്രം. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. സ്തോത്രം. ഞാൻ മുൻപോട്ട് പോയിക്കൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ സംസാരിക്കുവാനായി നിയമിച്ച് തന്നിരിക്കുന്ന വിഷയം ചൈൽഡ് സൈക്കോളജി എന്നുള്ളതാണ്. സ്തോത്രം. സാധാരണ അങ്ങനെ അധികം ഹാൻഡിൽ ചെയ്യാത്ത ഒരു വിഷയമാണ് ചൈൽഡ് സൈക്കോളജി. പക്ഷേ അത് വളരെ പ്രധാനമാണ്. കാരണം ഈ നമ്മള് ഹാൻഡിൽ ചെയ്യുന്ന ഉപകരണത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ നമ്മൾ അത് ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പോകും എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാം. അതായത് വി ആർ ഹാൻഡിലിംഗ് ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ മാനസികാവസ്ഥയെ സംബന്ധിച്ച് നമുക്കൊരു ഉൾക്കാഴ്ച ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് അവരെ വേണ്ടതുപോലെ പരിശീലിപ്പിക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ തുടർന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കുകയും ഒടുവിൽ ന്യായമായി നിങ്ങൾക്ക് എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടായാൽ അത് ചോദിക്കാനായിട്ട് സാവകാശം തരികയും ചെയ്യുന്നതാണ്. സ്തോത്രം. ആട്ടെ സഹോദരങ്ങളെ, മനുഷ്യ ജീവിതത്തെ പല ഘട്ടങ്ങളായിട്ട് നമ്മൾ തിരിക്കാറുണ്ടല്ലോ. മനുഷ്യ ജീവിതത്തെ പല ഘട്ടങ്ങളായിട്ട് തിരിക്കാറുണ്ട്. നമുക്കറിയാം, ഇൻഫൻസി, ശിശുക്കൾ. അതുപോലെ അടുത്ത സ്റ്റേജാണ് ചൈൽഡ്ഹുഡ്, ബാല്യം, ചൈൽഡ്ഹുഡ്. ഈ ശിശുക്കൾ കഴിഞ്ഞാൽ പിന്നെ ചൈൽഡ്ഹുഡ് ഉണ്ട്. ഈ ചൈൽഡ്ഹുഡ് കഴിഞ്ഞാൽ പിന്നെ അഡോളസെന്റ് എന്നൊന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്, അഡോളസെൻസ്. പിന്നെ ടീനേജേഴ്സ്, 13 to 19 ടീനേജേഴ്സ്. പിന്നെ യൂത്ത്. പിന്നെ മിഡിൽ ഏജ്ഡ് വൺസ് ആൻഡ് ഓൾഡ് ഏജ്. ഈ മലയാളത്തിൽ ഇത്രയൊന്നും നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യാറില്ല. ഈ ഇൻഫന്റ് എന്ന് പറയുമ്പോൾ തീരെ ശിശുക്കളാണ്. ശിശു ഒരു 1.5 വയസ്സ്, ചിലർ പറയുന്നത് 2 വയസ്സ് വരെയും ഇൻഫന്റ് എന്ന് തന്നെ പറയാമെന്നാ പറയുന്നത്. ഏതായാലും 2 വയസ്സ് മുതൽ ചൈൽഡ്ഹുഡ് ആരംഭിക്കുകയാണ്. ഈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഒരു 7-8 വയസ്സ് വരെയൊക്കെ തുടരും. ഈ 8 വയസ്സിന് ശേഷം ടീനേജ് ആയുമില്ല. ആ കാലഘട്ടത്തെയാണ് അഡോളസെൻസ് എന്ന് പറയാറുള്ളത്. അഡോളസെൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ ടീനേജേഴ്സ് ആണ്. ടീൻ 13, 14, 15, ടീൻ എന്ന് പറയുന്ന ആ പ്രായം, 13 to 19, അതാണ് ടീനേജേഴ്സ്. അത് കഴിഞ്ഞാൽ യൂത്ത് ആണ്. 20, ഒരു 20 മുതൽ നമുക്കറിയാമല്ലാതെ ഒരു 40s,
ഫോർട്ടീസ് വരെയൊക്കെ ടീനേജേഴ്സ്, ഫയറി 40s എന്നൊക്കെ അല്ലേ പറയുന്നത്, സോറി യൂത്താണ്. അത് ഈ യൂത്തിനെ തന്നെ പിന്നെയും ചില സോഷ്യോളജിസ്റ്റ് പലതായിട്ട് തിരിക്കാറുണ്ട്. അത് വേറെ വിഷയം, അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. സ്തോത്രം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 45 അതിനുശേഷം 50 മുതലുള്ള സമയം മിഡിൽ ഏജ്ഡ് ആണ്. അത് കഴിഞ്ഞാൽ എബവ് 60 വരുമ്പോൾ സീനിയർ സിറ്റിസൺ എന്ന് പറയാൻ തുടങ്ങും. പിന്നെ പ്രായമുള്ള ആളുകള്, നമുക്കറിയാമല്ലോ മലയാളത്തിലും ഈ വാക്കുകളൊക്കെ ഉണ്ട്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, മധ്യവയസ്കനും സാധനം പറയാറില്ല, പക്ഷെ അതുണ്ട്. മധ്യവയസ്കൻ, പിന്നെ വൃദ്ധൻ എന്ന വാക്ക് നമ്മൾ വിചാരിക്കുമ്പോൾ അതൊരു ഇച്ചിരി നിലവാരം കുറഞ്ഞ വാക്കാന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. വൃദ്ധൻ എന്ന് പറഞ്ഞാൽ മീൻസ് പക്വത പ്രാപിച്ചവൻ. വൃദ്ധൻ മീൻസ് ആ വാക്കിന്റെ തന്നെ അർത്ഥം പക്വത പ്രാപിച്ചവൻ, ജ്ഞാനിയായവൻ എന്ന ആ വാക്കിന്റെ തന്നെ എറ്റിമോളജിക്കൽ മീനിങ്. സ്തോത്രം. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റേജിലും മനുഷ്യന്റെ മാനസികമായ അവസ്ഥയ്ക്ക് വ്യത്യാസങ്ങളുണ്ട്. ഒരു ഇൻഫന്റിന്റെ മാനസികാവസ്ഥയല്ല, ഒരു ചൈൽഡിന്റെ മാനസികാവസ്ഥ. ഈ ചൈൽഡിന്റെ മാനസികാവസ്ഥയിൽ നിന്ന് പിന്നെയും മുൻപോട്ട് വരുമ്പോൾ ഈ അഡോളസൻസിന് ഇച്ചിരി കൂടെ വ്യത്യാസം വരും. പിന്നെ ടീനേജേഴ്സ് വേറെ, ഇങ്ങനെ പോവുക. ഓരോ സ്റ്റേജിലും യൂത്തിൻ്റെത് വേറെയാണ്. മീൻസ് അത് കഴിഞ്ഞാൽ പിന്നെ മധ്യവയസ്കന്മാരുടെ ഒരു മാനസികാവസ്ഥ വേറെയാണ്. പിന്നെ വൃദ്ധന്മാരുടെ മാനസികാവസ്ഥ വേറെയാണ്. ഇത് ഇങ്ങനെ ഓരോ സ്റ്റേജിലും വരുമ്പോൾ അവർക്ക് ആ മാനസിക അവസ്ഥയ്ക്ക് വ്യത്യാസങ്ങൾ, മനുഷ്യന്റെ ചിന്താഗതിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യന്റെ ചിന്താഗതിയിൽ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മള് സൺഡേ സ്കൂൾ ആണല്ലോ നമ്മുടെ പ്രധാന വിഷയം. സൺഡേ സ്കൂളിൽ നമ്മള് ഇൻഫൻസിനെ നമ്മൾ ഒഴിവാക്കുകയാണ്. ഇൻഫൻസ് അതിനകത്ത് വരുന്നില്ല. ഇൻഫൻസ് കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ്, കുഞ്ഞുങ്ങൾ, ശിശുക്കൾ, ശൈശവം എന്ന് പറയാം. അത് ശൈശവം എന്നല്ല, ബാല്യം എന്നാ പറയണ്ടേ. ശരിയാ, സോറി, മലയാളത്തിൽ വരുമ്പോൾ ബാല്യം എന്നാ പറയുന്നത്. ബാലികാബാലന്മാർ ആ സ്റ്റേജ്. എന്നാൽ സൺഡേ സ്കൂൾ വരുമ്പോൾ ടീനേജിലേക്കും കടക്കും. എനിക്ക് നേരം കിട്ടാതെ ഞാൻ അവിടെ ഭാഗത്തോട്ട് പോകാം. അപ്പോൾ ഒരു 5 വയസ്സ് മുതൽ, ഒരു 4 വയസ്സ് 5 വയസ്സ് മുതൽ നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങാറുണ്ട്. ആ സമയം മുതൽ ഈ ടീനേജിലേക്ക് പോകുന്ന ആ കാലഘട്ടം വരെ, ഒരു മിഡ് ടീൻ ഓർ ലേറ്റർ ടീനേജ്, അതുവരെ ഉള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ സൺഡേ സ്കൂളിൽ ഉള്ളത്. അതിൽ ഈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ആ പ്രത്യേക സ്റ്റേജ് ഉണ്ടല്ലോ, അതായത് അഡോളസൻസിന് തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു 7, 8, 9 ആ കാലഘട്ടം. ഇനി ഇതിനൊക്കെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അതായത് ഈ പ്രായമൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞ 7, 8, 9 ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, അതായത് ഓരോ കുഞ്ഞിൻ്റെയും മീൻസ് ദൈവദത്തമായ അവന്റെ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ മാനസികാവസ്ഥയിൽ ഒരു സ്റ്റേജിൽ തന്നെ വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ടാണ് കൃത്യമായി ഇത്ര വയസ്സ്, ഇത്ര മാസം, ഇത്ര ദിവസം പ്രായമെന്നൊന്നും ഇതിനൊന്നും ക്ലാസിഫൈ ചെയ്യാനായിട്ട് കഴിയുകയില്ല. സോ അതുകൊണ്ട് ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 5 വയസ്സ് മുതൽ ഒരു 11 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഒന്നിച്ചങ്ങെടുക്കാം. ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്. ആ സമയമാണ് സൺഡേ സ്കൂളിൽ പ്രധാനമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ടീനേജേഴ്സ്, അത് സ്കൂളിലെ പോലുള്ളൊരു പഠനമാണ്. സഹോദരങ്ങളെ, നമ്മുടെ സൺഡേ സ്കൂളുകൾ മീൻസ് ലോക സെക്യുലർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പോലെ ടീച്ചിങ് ഷോപ്സ് ആകരുതെന്ന് പറയാറുണ്ട്. ടീച്ചിങ് ഷോപ്പ്, ഈവൻ സെക്യുലർ സ്കൂളുകളെ പോലും ടീച്ചിങ് ഷോപ്സ് ആകരുതെന്ന് പഠിപ്പിക്കാറുണ്ട്. ദാറ്റ്സ് എ പ്ലേസ് വേർ ദ ചിൽഡ്രൻ ആർ മോൾഡഡ് എന്ന, കരുപ്പിടിപ്പിക്കുക അതൊക്കെ മലയാളത്തിൽ പറയും. കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ സമയം. നമ്മുടെ സൺഡേ സ്കൂളിൽ അവരെ ഒരു സ്പിരിച്വൽ ബെൻറ്റോടുകൂടി അവരെ മോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ആ ഉപകരണം, ഇപ്പോൾ നമ്മളൊരു കാറ് തന്നെ മേടിച്ചാൽ, ഇപ്പോൾ അങ്ങോട്ട് വന്നിട്ട് ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ഒത്തിരി സെൻസറുകളും അതും ഇതെല്ലാം വെച്ച കാറുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ വണ്ടി ഓടിക്കാൻ ചിലപ്പോൾ പുതിയൊരു കാറ് മേടിച്ചാൽ അതിന്റെ മാനുവലി ശരിക്കും വായിച്ച് മനസ്സിലാക്കിയെങ്കിലേ നമുക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ടൊക്കെ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയുള്ളല്ലോ. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ
സൺഡേ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ അവരുടെ ആ മാനസിക അവസ്ഥയെക്കുറിച്ചും അവരെ നമ്മൾ എങ്ങനെ മോൾഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് ഒരു പരിജ്ഞാനം ഉണ്ടാകണം. അതൊരു സ്കില്ലാണ്. ടീച്ചിങ് ഈസ് ഓൾസോ എ സ്കിൽ എന്ന് പറയുന്നത്. അതൊരു കഴിവ് എന്നുള്ളതിനേക്കാൾ അതൊരു സ്കില്ലാണ്. അതിന് നമുക്ക് പരിശീലനം ഉണ്ടായിരിക്കണം. അതായത് ചൈൽഡ് സൈക്കോളജി, ഈ ട്രെയിനിങ് ഇൻ ചൈൽഡ് സൈക്കോളജി ഈസ് എസെൻഷ്യൽ ഫോർ ഇഫക്റ്റീവ് ടീച്ചിങ് because it explains how children think, learn, feel and behave. കുഞ്ഞുങ്ങൾ ഈ ചൈൽഡ് സൈക്കോളജി അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, അതിനകത്ത് പരിശീലനം ആവശ്യമുള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇഫക്റ്റീവായിട്ട് കുഞ്ഞുങ്ങളെ ടീച്ചിങ് എന്നുള്ളതിനേക്കാൾ ഞാൻ ഒന്നുകൂടെ തിരിച്ച് പറയാണ്, മോൾഡ് ചെയ്യണമെങ്കിൽ അവരുടെ സ്വഭാവം, അവരുടെ ആളത്വത്തെ കരുപ്പിടിപ്പിക്കണമെങ്കിൽ ഈ സൈക്കോളജിയിൽ ഈ കുഞ്ഞുങ്ങൾ അവരുടെ ആളത്വത്തെ കരുപ്പിടിപ്പിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന അവരുടെ ചിന്താരീതി, ഹൗ ഡു ദേ തിങ്ക്, അവരുടെ ചിന്താരീതി എങ്ങനെയാണെന്നും ഹൗ ഡു ദേ ലേൺ, അത് നാളെ ടീച്ചിങ് മെത്തേഡ്സ് എന്നുള്ളതിനകത്ത് കൂടുതൽ ചിന്തിക്കാം. അവരെങ്ങനെയാണ് ഹൗ ഡു ദേ ഫീൽ, അവരെ ഓരോ അനുഭവങ്ങൾ, ഹൗ ഡു ദേ ഫീൽ. പിന്നെ അടുത്തത് അത് ഹൗ ഡു ദേ ബിഹേവ്, അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്. ഇതിനെക്കുറിച്ചെല്ലാം പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയ്ക്ക് നല്ല ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുഞ്ഞിനെ നമുക്ക് ശരിക്കും മോൾഡ് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ ഈ സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേന് സൈക്കി എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണല്ലോ അത് വന്നത്. സ്തോത്രം. ഈ സൈക്കി എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ ശിശു മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ശിശു മനഃശാസ്ത്രം, ചൈൽഡ് സൈക്കോളജി, ഈ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളെ മനസ്സിൽ വരുന്നത് മുഴുവൻ മനസ്സാണ്. ഈ മനസ്സ് എന്ന് പറയുമ്പം ചിന്തയുടെ ഇരിപ്പിടത്തെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഈ സൈക്കോളജി എന്ന് പറഞ്ഞ സൈക്കി എന്ന് പറയുന്ന അതിനകത്ത് ഈ ചിന്ത മാത്രമല്ല, ഞാൻ അത് ഇച്ചിരി കൂടെ ഒന്ന് വിശദീകരിച്ചോട്ടെ. ചിന്ത മാത്രമല്ല, നമ്മൾ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം. അതായത് മനുഷ്യനിൽ 3 ഘടകങ്ങൾ ഉണ്ടെന്നുള്ളത് ബൈബിള് പറയുന്നത് നമുക്കറിയാമല്ലോ. മാൻ ഈസ് കമ്പോസ്ഡ് ഓഫ് 3 കമ്പോണൻസ്. ഒന്ന് സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. വി നോ ഇറ്റ്. ഞാൻ റെഫറൻസ് ചെയ്യുമ്പോൾ പറഞ്ഞേക്കാം, എടുത്ത് വായിക്കണമെന്നില്ല. 1 Thessalonians 5:23 സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നിർമ്മലമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. സ്തോത്രം. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ നമ്മളോട് വായിക്കുന്നുണ്ട്. അപ്പോൾ ആത്മാവ്, ദേഹി, ദേഹം. അതുപോലെ തന്നെ നമുക്ക് എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ സ്തോത്രം, ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കുന്നതിനെ തുളിച്ചിരുന്ന വചനത്തെക്കുറിച്ച് കാണാം. അപ്പോൾ ഈ 3 കമ്പോണൻസ് ഉണ്ട് മനുഷ്യന്. അതില് മനുഷ്യന്റെ ശരീരം നമുക്ക് എല്ലാവർക്കും അറിയാം. ശരീരം ലോകത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. ദ ബോഡി മേക്സ് us വേൾഡ് കോൺഷ്യസ്. ലോകത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തും. കണ്ണുകൊണ്ട് കാണുന്നു, മൂക്കൊണ്ട് മണക്കുന്നു, നാവുകൊണ്ട് രുചിക്കുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, കൈകൊണ്ട് സ്പർശിക്കുന്നു. മൂക്കൊണ്ട് മണക്കുന്നു. വി ബിക്കം കോൺഷ്യസ് ഓഫ് ദ വേൾഡ് വിത്ത് ദ ബോഡി. ഇനി നമ്മുടെ സ്പിരിറ്റ്, അതും കൂടെ ഒരു വാക്ക് പറഞ്ഞങ്ങ് പോകാം. എന്നിട്ട് എനിക്ക് വേണേ സൈക്കി അതിനകത്ത് വന്ന് നിൽക്കണം. ഈ നമ്മുടെ സ്പിരിറ്റ്, ആത്മാവ് ദൈവവുമായുള്ള സംസർഗത്തിന് നമ്മളെ പ്രാപ്തരാക്കുന്നതാണ്. ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതാണ്. ശരീരം മണ്ണിൽ നിന്നെടുത്ത പോലെ ആത്മാവ് ദൈവത്തിൽ വന്നാണെന്ന് പറയുമ്പോൾ ജീവശ്വാസത്തിന്റെ ഊത്തിനാൽ മനുഷ്യാത്മാവിനെ സൃഷ്ടിക്കുകയായിരുന്നു. അല്ലാതെ ദൈവം തന്റെ ആത്മസത്തയുടെ ഒരു ഭാഗം മനുഷ്യന് ഇൻസ്റ്റോൾ ചെയ്യുകയായിരുന്നില്ല. അതിന്റെ വിഷയത്തിലൊക്കെ പോയ നേരം ഞാൻ അവിടെ പോകുന്നില്ല. അപ്പം ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ദൈവബോധം തരുന്നതാണ് ആത്മാവ്. അപ്പോൾ ശരീരം ലോകബോധം തരുന്നു, വേൾഡ് കോൺഷ്യസ് ആക്കുന്നു. സ്പിരിറ്റ് മേക്സ് us ഗോഡ് കോൺഷ്യസ്, ദൈവബോധം നമ്മളിൽ തരുന്നു. എന്നാൽ ഈ സൈക്കി എന്ന് പറയുക, അല്ലെങ്കിൽ പ്രാണൻ അഥവാ ദേഹി, ഈ ദേഹി എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ടതാണ് ഈ മീൻസ് സൈക്കോളജി. ഈ ദേഹി എന്ന് പറയുന്നത് സ്വയബോധം തരുന്ന ഘടകമാണ്. നമ്മളിലെ സ്വയബോധം തരുന്ന ഘടകം. ദ ബോഡി മേക്സ് us വേൾഡ് കോൺഷ്യസ്,
The spirit makes us God conscious and the soul makes us self conscious. നമുക്കറിയാമല്ലോ. ഇപ്പൊ എനിക്കറിയാം, മൈ നെയിം ഈസ് തോമസ്, ഞാൻ ഒരു ഉപദേശിയാണ്. ഞാനിപ്പോ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയാം. ദൈവമക്കൾ എനിക്ക് അലൗട്ട് ചെയ്തിരിക്കുന്ന സമയം എത്രയെന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. നിങ്ങൾക്കറിയാം വാട്ട് യു ആർ ഡൂയിങ്, വേർ യു ആർ, വാട്ട് യു ആർ. അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല സുബോധമുണ്ട്. അത് സെൽഫ് കോൺഷ്യസ്നെസ്. ഈ സെൽഫ് കോൺഷ്യസ്നെസിന്റെ കേന്ദ്രമാണ് ഈ സൈക്കി അല്ലെങ്കിൽ ദേഹി എന്ന് പറയുന്നത്. ഈ ദേഹിയിൽ തന്നെ പിന്നെ 4 ഭാഗങ്ങളുണ്ട്. ഈ ദേഹിയിൽ പിന്നെ 4 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മനസ്സാണ്. അതാണ് ചിന്ത, ദ സീറ്റ് ഓഫ് തോട്ട്, മനസ്സ്. രണ്ടാമത്തെ ഭാഗമാണ് ഹൃദയം. ഇമോഷൻസിന്റെ ഭാഗമാണ്. ഇമോഷൻസ് അത് പ്രധാനമായി കേട്ടോ. മനസ്സ് മാത്രം പോയ പോരാ. വിചാരം, വികാരം, തോട്ട് ആൻഡ് ഇമോഷൻസ്. വിചാരവും വികാരവും, ഇതാണ് മനസ്സും ഹൃദയവും. പിന്നെയുണ്ട് ഇച്ഛാശക്തി മീൻസ് എബിലിറ്റി ടു ടേക്ക് ഡിസിഷൻസ്, തീരുമാനമെടുക്കുവാനുള്ള ശേഷി. കുഞ്ഞുങ്ങളെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സ്തോത്രം. അത് പ്രധാനമാണ്. മുമ്പോട്ട് പോയിക്കോട്ടെ. അപ്പോൾ വിൽ പവർ, ദ എബിലിറ്റി ടു ടേക്ക് ഡിസിഷൻസ്. 4മത്തത് മനസാക്ഷി ഈസ് ദ റെസിഡന്റ് ജഡ്ജ് God has placed in every person. മനസാക്ഷി നമ്മളിലെ റെസിഡന്റ് ജഡ്ജാണ്, നമ്മളിലെ മനസാക്ഷി. ഇത് 4ഉം കൂടെ കൂടിയാണ് ഈ ദേഹി അല്ലെങ്കിൽ സൈക്കി എന്ന് പറയും. സ്തോത്രം. സൈക്കോളജി. സ്തോത്രം. അതിനകത്ത് ഈ 4നെയും നമ്മൾ മനസ്സിലാക്കണം. ഈ 4നെയും, കുഞ്ഞുങ്ങളിലെ ഈ 4 ഘടകങ്ങളെയും നമ്മൾ കരുതണം. ഈ സൈക്കോളജിയിൽ ഈ 4നെ കുറിച്ചുമുള്ള ഒരു പഠനം ഉൾക്കൊള്ളണം. ചിലര് ഈ മനസാക്ഷി അതിനകത്ത് വരുന്നില്ലെന്നും അത് എത്തിക്സിലാ പോകുന്നതെന്ന് പറയാറുണ്ട്. പക്ഷെ ശരിക്കും പഠിപ്പിച്ചാൽ അത് എത്തിക്സിലേക്കല്ല പോകുന്നത്, അത് സൈക്കിയിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അറ്റ സൗരങ്ങളെ മുമ്പോട്ട് പോയിക്കോട്ടെ. അപ്പോൾ ചിന്ത, മനസ്സ്, പിന്നെ ഹൃദയം. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നോക്കണേ, ആ സെൽഫ് കോൺഷ്യസ്നെസ് കൊടുക്കുന്ന, സ്വയബോധം കൊടുക്കുന്ന ഈ ആന്തരിക ആളത്വത്തിന്റെ പ്രധാന ഭാഗമായ ഈ സൈക്കി. സ്തോത്രം. അതാണ് നമ്മൾ ഡീല് ചെയ്യുന്നത് കേട്ടോ. സൺഡേ സ്കൂൾ നമ്മള് ശരീരത്തെ അല്ല ഡീൽ ചെയ്യുന്നത്. നമ്മള് പിന്നെ അവരെ മോൾഡ് ചെയ്യുക. ഈ സൈക്കി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ദേഹി എന്ന് പറയുന്ന ഈ ഭാഗം, ഈ ദേഹി എന്ന് പറയുന്ന മനുഷ്യന്റെ ഈ ഭാഗമുണ്ടല്ലോ, അതാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. നമ്മൾ സദൃശ വാക്യങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ. സദൃശ വാക്യങ്ങളിൽ വായിക്കുന്നു. അതായത് 18-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, ഒരു പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും, തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം. മനസ്സ് തകർന്നേ തീർന്നു. ഈ മനസ്സ് എന്ന് പറയുമ്പോഴത്തേന് വെറും ചിന്ത തകർന്നു എന്നല്ല. ആ മനസ്സെന്നുള്ളതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് സൈക്കി എന്നുള്ള. അതാണ് നമ്മൾ മനഃശാസ്ത്രം എന്ന് പറയുന്നതിനും ഈ സൈക്കി മുഴുവൻ കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. നോക്കണേ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞ മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ഇവനിലെ ഈ ദേഹിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ ഏറ്റവും കരുതൽ കൊടുക്കേണ്ടത് അവന്റെ ദേഹിയുടെ ഡെവലപ്മെന്റിനാണ്. അവന്റെ ദേഹിയെ നമ്മൾ കരുതണം. നമ്മൾ മാതാപിതാക്കന്മാർ അവിടെ ശരീരത്തെ കരുതുന്ന കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. നല്ല ഭക്ഷണം കൊടുക്കും, പിന്നെ നല്ല സുഖമായ വേഷങ്ങള് എല്ലാം കൊടുക്കും. ശരീരത്തിന് വേണ്ട എല്ലാ കരുതലും നമ്മൾ ചെയ്യും. പക്ഷെ പലപ്പോഴും അവിടെ ആ സൈക്കി പാർട്ട് ഈസ് നോട്ട് ഗിവൺ ഇറ്റ്സ് ഡ്യൂ കെയർ. അത് അർഹിക്കുന്ന അത്രയും ഒരു കരുതൽ ഈ കുഞ്ഞുങ്ങളുടെ ആന്തരിക ആളത്വത്തിന്റെ രൂപീകരണത്തിൽ നമ്മൾ മാതാപിതാക്കന്മാർ, ഈവൻ ടീച്ചേഴ്സ് പോലും കൊടുക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഈ IIT-യിലൊക്കെ കുട്ടികള് ആത്മഹത്യ ചെയ്യുന്നു പറയുന്നു. വായിച്ചിട്ടുണ്ടല്ലോ. ടെൻഷൻ മുഖാന്തരം അവരുടെ കാര്യം അവരെ കൊണ്ടങ്ങോട്ട് പഠിപ്പിക്കുക ഫാക്ട്സ്. പക്ഷേ
അവരുടെ ഇമോഷൻസിനെ അവർ കരുതാതെ പോകുന്നു. ഇമോഷൻസിന് സ്ഥാനമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ അവരെ നമ്മൾ കരുതുമ്പോൾ, അവരെ പരിശീലിപ്പിക്കുമ്പോൾ അവരുടെ ചിന്തയിൽ അറിവുകൾ കൊടുക്കുക എന്ന് മാത്രമല്ല, നമ്മൾ അവരുടെ ഇമോഷൻസിനെ നമ്മൾ കരുതണം. സ്തോത്രം. നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചാണ് പറഞ്ഞു പോകുന്നത്. ഇമോഷൻസ് നമ്മുടെ സൺഡേ സ്കൂളിൽ നമ്മൾ അതിനെ കരുതണം. എന്താ പറയുന്നത്, ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു അമ്മയുടെ ഹൃദയവും ഒരു അപ്പന്റെ മനസ്സുമുള്ള ആളായിരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഈ ടീച്ചിങ് പ്രൊഫഷനിൽ കൂടുതൽ ശോഭിക്കുന്നത് ഗേൾസ് ആണ്. ടീച്ചർമാരാന്ന് പറയും. സാറുമാരെക്കാൾ ടീച്ചർമാരാന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? നല്ല എഡ്യൂക്കേഷണലിസ്റ്റ്, നല്ല അധ്യാപകരുണ്ട്. അത് ഈ ഹയർ ക്ലാസ്സിലാണ് കുറെ കൂടെ ഉയർന്ന ഒരു സ്കോളാസ്റ്റിക് എക്സലൻസ്, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, വിദ്യാസമ്പന്നരായ അല്ലെങ്കിൽ സ്കോളാസ്റ്റിക് എക്സലൻസ് ആവശ്യമുള്ള ഹയർ എഡ്യൂക്കേഷൻ ലെവലിലാണ് ജെന്റിൽമെൻ ഫെയർ ബെറ്റർ ദാൻ ഗേൾസ്. പക്ഷെ താഴത്തെ ലെവലിൽ വരുമ്പോൾ, ഈ സ്കൂള് ലോവർ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ലേഡി ടീച്ചേഴ്സ് ആണ് കൂടുതൽ അവര് സക്സസ്ഫുൾ ആകുന്നത്. സ്റ്റുഡൻസിനാണെങ്കിലും ലേഡി ടീച്ചേഴ്സിനോടായിരിക്കും കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഈ ലേഡി ടീച്ചേഴ്സിന് ഒരമ്മയുടെ ഹൃദയം ഉണ്ടാകാൻ കഴിയും. അമ്മയുടെ ഹൃദയം ഉണ്ടാകുന്നതുകൊണ്ട് അവരുടെ ഇമോഷൻസിലേക്ക് ഇവർ ഇച്ചിരി ഒരു കരുതൽ കൊടുക്കും. അതുകൊണ്ടാണ്. എന്നാൽ പുരുഷന്മാർ പലപ്പോഴും ഇമോഷൻസിനെ അത്രയും കരുതുകയില്ല. അത്രയും കരുതാതെ അവർക്ക് കൂടുതൽ ഫാക്ട്സ്, അവർക്ക് അറിവ്, നോളജ് അവർക്ക് കൊടുക്കുന്ന കാര്യത്തിലായിരിക്കും. അവരെ ഇന്റലക്ച്വൽ എക്സലൻസിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സ്കോളാസ്റ്റിക് അക്വിസിഷന് വേണ്ടി എന്ന് പറഞ്ഞാൽ അറിവ് മീൻസ് ആഗിരണം ചെയ്യുക, അല്ലെങ്കിൽ അറിവ് അവരെ ഉൾക്കൊള്ളുന്നതിന് അതിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. പക്ഷേ സ്തോത്രം, കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ എന്ന് ഞാൻ പറയുമ്പോൾ അവരുടെ സൈക്കോളജിക്കൽ പൊസിഷൻ, അത് സൈക്കോളജിക്കൽ നീഡ്സ്, അത് നമ്മൾ കെയർ ചെയ്യണം. നമ്മൾ ശരിക്കും കെയർ ചെയ്തെങ്കിലേ ഒക്കുള്ളൂ. ഇനി ഞാൻ ഇവിടെ ഇച്ചിരി കൂടെ ഒന്ന് പുറകോട്ട് പോയി പറഞ്ഞോട്ടെ. സ്തോത്രം. ഈ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ മുതലേ കുഞ്ഞുങ്ങളുടെ ഈ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ആരംഭിക്കുന്നുണ്ട്. ഇന്റലക്ച്വൽ ആൻഡ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ആരംഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, ഈ പ്രാചീന സാഹിത്യകൃതികളും ചരിത്ര പുസ്തകങ്ങളൊക്കെ പരിശോധിച്ചാൽ അവർ ജനിച്ച ദിവസം ഇത്ര, ജനിച്ച വർഷം ഇതാ, മരിച്ച വർഷം ഇത്ര എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അവരുടെ പ്രായം പറയുമ്പോൾ നമ്മളിപ്പോ കണക്ക് കൂട്ടുന്നതിനേക്കാൾ 1 വയസ്സ് കൂടുതലായിരുന്നു പറയുന്നത്. 1 വയസ്സ് കൂടുതൽ പറയും. പിന്നല്ലേ മനസ്സിലായത് അവരെ അമ്മയുടെ ഗർഭത്തിലായിരുന്ന ആ കാലം 1 വയസ്സെന്ന് അവർ കൂട്ടുകയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അമ്മയുടെ ഗർഭത്തിലായിരിക്കുന്ന ഒരു ശിശു അവൻ വളരുമല്ലേ അവിടെ. അവന് ഉരുവായ സമയം മുതൽ അവന്റെ മോൾഡിങ്, അവന്റെ പേഴ്സണാലിറ്റി മോൾഡിങ് അവിടെ ആരംഭിച്ചു ദൈവം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഗർഭസ്ഥ ശിശുക്കളോട് പോലും ഇടപെടുന്നുണ്ട്. ഗർഭസ്ഥ ശിശുക്കളോ. അതുകൊണ്ട് ഈ ഗർഭാവസ്ഥയിലിരിക്കുന്ന അമ്മമാര് വളരെ വളരെ അക്കാര്യത്തിൽ കരുതലുള്ളവരായിരുന്നെങ്കിലേ ആരോഗ്യമുള്ള തലമുറയെ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മളത് മറക്കരുത്. അതുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധാത്മാവിന് ഗർഭസ്ഥ ശിശുവിനോട് പോലും ഇടപെടാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് തറലി ബിബ്ലിക്കലാ കേട്ടോ. ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു ശിശുവിനോട് പോലും പരിശുദ്ധാത്മ ഇടപെടാൻ. നമുക്കറിയാമല്ലോ, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുമ്പോൾ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് സെക്കരിയ പ്രവാചകനോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറിയ ചെന്ന് എലിസബത്തിനെ വന്ദിക്കുമ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളിയെന്നും താഴോട്ട് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ചെന്നും വായിക്കുന്നുണ്ട്. അപ്പോൾ ഗർഭസ്ഥാവസ്ഥയിലിരിക്കുന്ന ശിശുവിനോട് പരിശുദ്ധാത്മാവിന് ഇടപെടാൻ കഴിയും.
ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം ചേർത്തൊന്ന് പറഞ്ഞു നോക്കോട്ടെ. ഇതുകൊണ്ട് നമ്മൾ ഈ അബോർഷൻ എന്ന് പറയുന്ന വാക്ക് പോലും ഒരു ദൈവത്തിന്റെ മനസ്സിൽ വന്നുകൂടാ കേട്ടോ. ഗർഭത്തിൽ ഉരുവായ ശിശു ഇറ്റ്സ് എ പേഴ്സൺ. അത് ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു പേഴ്സണാണ്. അതുകൊണ്ട് അബോർഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, ആ വാക്ക് പോലും നമ്മുടെ മനസ്സിൽ വരരുത്, പ്രത്യേകിച്ച് ദൈവമക്കളുടെ മനസ്സിൽ വരരുത്. ദാറ്റ് ഈസ് മേർഡർ. അതെ, അപ്പം മുതലേ ഈ ഡെവലപ്മെന്റ് തുടങ്ങി, കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് തുടങ്ങി. അതുകൊണ്ട് അപ്പം മുതലേ അമ്മമാര് കുഞ്ഞുങ്ങളെ കരുതണം. ഇത് ഒടുവിലത്തെ ദിവസം പറയേണ്ട കാര്യമാണെങ്കിൽ കൂട്ടത്തിൽ സന്ദർഭം ആയതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതേ ഉള്ളൂ. കണ്ടിന്യൂ ചെയ്തോട്ടെ, മുമ്പോട്ട് പോട്ടെ. പ്രിയപ്പെട്ടവരെ, അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങി വന്ന് ഈ ഇൻഫന്റ് സ്റ്റേജില് ആ സമയത്തും ഈ കുഞ്ഞിന് ഒരു ചെറിയ ഒരു മോൾഡിങ് എക്സ്പീരിയൻസ് കൂടെ ആ കുഞ്ഞ് കടന്നു പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സ്തോത്രം. കുഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കും, പെട്ടെന്ന് നോക്കിയിരിക്കും, പരിസരങ്ങൾ ഒക്കെ അതിങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന ശ്രദ്ധിക്കും. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാട്ടെ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ദേഹിയുടെ മണ്ഡലത്തിലാണ് സ്വയബോധമിരിക്കുന്നത്. ഈ ദേഹിയുടെ മണ്ഡലത്തിൽ ദേഹിയുടെ മണ്ഡലത്തിലായതുകൊണ്ട് നമ്മള് ഈ കുഞ്ഞിനെ മോൾഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞിനെ പരിശീലിപ്പിക്കുമ്പോൾ, അവന്റെ ആളത്വത്തെ നമ്മൾ മോൾഡ് ചെയ്യുമ്പോൾ അവന് ആ സ്വയബോധത്തിന്റെ, സെൽഫ് കോൺഷ്യസ്നെസിന്റെ ഒരു നല്ല പരിശീലനമാണ് കൊടുക്കേണ്ടത്. ഹൂ ഹി ഈസ്. സൺഡേ സ്കൂളിൽ പ്രത്യേകിച്ച് ഞാൻ ഇനിയിപ്പോ കുറെ കൂടി ഒരു സ്പിരിച്വൽ ഓറിയന്റഡ് ആയിട്ട് പോവുക കേട്ടോ, സഹോദരൻ. അതായത് നമ്മുടെ സൺഡേ സ്കൂളിൽ ഈ കുഞ്ഞിന് ഒരു സ്പിരിച്വൽ ഓറിയന്റേഷൻ അവന്റെ ഇന്നർ പേഴ്സണാലിറ്റിയിൽ കിട്ടണം. അവൻ ആരാണെന്നുള്ള നമുക്കറിയാം. ഈ ആധുനിക സാഹിത്യ കൃതികളുടെ ഒരു പ്രധാന പ്രമേയം എന്ന് പറയുന്നത് ആഗണി ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയും. അസ്തിത്വത്തിന്റെ ദുഃഖം എന്ന് മലയാളത്തിൽ പറയാം. ആഗണി ഓഫ് എക്സിസ്റ്റൻസ്. ഹു ആം ഐ? വേർ ആം ഐ ഫ്രം? വാട്ട് ആം ഐ ഹിയർ? വാട്ട് ആം ഐ ഹിയർ ഫോർ? See, where shall I go from here? Where shall I be hereafter? Will there be anything after I die? എന്റെ കൂടെ ഉണ്ടേ നിങ്ങൾ എല്ലാവരും? സ്തോത്രം. ഞാൻ എവിടുന്ന് വന്നു? ഞാൻ ആരാണ്? ഞാൻ ഇവിടെ എന്തിനായിട്ടായിരിക്കുന്നു? ഇവിടുന്ന് ഞാൻ എങ്ങോട്ടേലും പോകുന്നുണ്ടോ? ഞാൻ പോയാൽ എങ്ങോട്ടായിരിക്കും പോകുന്നത്? എന്തായിരിക്കും അതിനുശേഷം എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇതാണ് ആഗണി ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയും, അസ്തിത്വത്തിന്റെ ദുഃഖം. ഇത് ഏറ്റവും പ്രമുഖമായ സാഹിത്യ കൃതികളിലെ ബേസിക് തീം എന്ന് പറയുന്നത്, അവരുടെ പ്രമേയം എന്ന് പറയുന്നത് ഇതാണ്. ശരിക്കും പറഞ്ഞാൽ സെൽഫ് കോൺഷ്യസ്നെസ്, സ്വയബോധം. നമ്മൾ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ ഈ സ്വയബോധത്തിന്റെ, അവന്റെ സൈക്കിയെ അതിനുവേണ്ടി നമ്മൾ ഒരുക്കണം കേട്ടോ. അവന് വേണ്ടി ഒരുക്കണം. അവന്റെ അണ്ടർസ്റ്റാൻഡിങ്, അവന്റെ ആ അറിവ്, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ ആരാണെന്നുള്ള ഒരു ഉത്ബോധം അവനുണ്ടാകാൻ നമ്മൾ അവനെ സഹായിച്ചു കൊടുക്കണം. സ്തോത്രം. അവന്റെ ഓഫ് കോഴ്സ് ശാരീരികമായ വളർച്ച തീർച്ചയായിട്ടും പ്രധാനമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊന്ന് നമ്മൾ ഈ സൈക്കോളജിയിൽ നമ്മൾ അവന്റെ വൈജ്ഞാനികമായ അറിവ്, വിജ്ഞാനപരമായുള്ള അവന്റെ മീൻസ് ആകിരണം, അല്ലെങ്കിൽ അവൻ ഉൾക്കൊള്ളുന്നത്, അവൻ എത്ര ഉൾക്കൊള്ളുന്നു. ഓരോ കുഞ്ഞും അതിനകത്ത് വ്യത്യസ്തരായിരിക്കും. നമ്മൾ അറിഞ്ഞു വേണം ഓരോ കുഞ്ഞിനോട് ഇടപെടാൻ. അടുത്ത ഒന്ന് ഈ ആശയവിനിമയത്തിനുള്ള കഴിവ്, കുഞ്ഞുങ്ങളുടെ ആശയവിനിമയത്തിലുള്ള കഴിവ്. ഈ ആശയവിനിമയത്തിലുള്ള കഴിവ് കുഞ്ഞുങ്ങളിൽ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഒരു കുഞ്ഞിൻ്റെതായിരിക്കില്ല മറ്റൊരു കുഞ്ഞിന്റെ ആശയവിനിമയ ശേഷി. പക്ഷെ നമ്മൾ പരിഗണിക്കണം കേട്ടോ, പരിഗണിക്കണം. ഇനി അടുത്ത സാമൂഹ്യ മീൻസ് പ്രതിബദ്ധത, സമൂഹത്തിലെ അവന്റെ പെരുമാറ്റ രീതി. പിന്നെ അടുത്തതൊന്ന് അവന്റെ വൈകാരികത. ചില കുഞ്ഞുങ്ങളുണ്ട്, ദേഷ്യപ്പെടുന്നു നോക്കിയാൽ മതി, തീർന്നാണ് പരിപാടി കഴിഞ്ഞു. വേറെ ചില കുഞ്ഞുങ്ങളുണ്ട്, നമ്മള് ഒരു പിച്ചു കൊടുത്താലും ഇല്ല. അവന്റെ വൈകാരികത നമ്മൾ കരുതണം, അവന്റെ വൈകാരികത. പിന്നെ
കുഞ്ഞുങ്ങൾക്ക് ഒരു പൊരുത്തപ്പെടലുണ്ട്. അക്കമഡേറ്റിംഗ് ഇറ്റ്സെൽഫ്, ഒരു പൊരുത്തപ്പെടൽ ഓരോ സാഹചര്യങ്ങളോടും അവൻ പൊരുത്തപ്പെടുന്നതിന് അവനെ നമ്മൾ സഹായിക്കണം. സ്തോത്രം. അപ്പൊ ഇത്രയും പ്രധാന കാര്യം അവന്റെ വൈജ്ഞാനികത, അവന് അറിവ് പറഞ്ഞു കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ അവനെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ, അവന്റെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ അത് നമ്മൾ അവനെ നമ്മൾ എൻകറേജ് ചെയ്യണം. നമ്മൾ അവനെ അതിനെ പരിശീലിപ്പിക്കണം. വി ഷുഡ് ട്രെയിൻ ഹിം അപ്പ്. അവനെ ട്രെയിൻ ചെയ്യണം കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലില്. അത് അവന്റെ സൈക്കോളജിയെ ശരിക്കും ബാധിക്കുന്ന കാര്യമാണ്. ചില കുഞ്ഞുങ്ങളുണ്ട്, ഒന്നും കിട്ടത്തില്ല, അവന്റെ മനസ്സിന് വിഷമം മുഴുവൻ അവനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അല്ല, എനിക്ക് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തന്നാൽ കൊള്ളാവുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾ അവനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവനെ പ്രോത്സാഹിപ്പിക്കണം. അട്ടെ, ഞാൻ ഈ വൈജ്ഞാനികത എന്ന് പറയുന്നതിനെ കുറിച്ച് അല്പം ചില കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഈ വൈജ്ഞാനികത എന്ന് പറയുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആരോട് പറയുന്നു എന്നുള്ളത് പരിഗണിച്ചിട്ടാണ് കർത്താവ് സംസാരിച്ചത്. സ്വർഗം എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. ദി കണ്ടീഷൻ ഓഫ് ദി ഓഡിയൻസ് ഈസ് കൺസിഡേർഡ്. ഉദാഹരണം പറഞ്ഞാൽ, നമുക്കറിയാമല്ലോ, ശമരിയക്കാരത്തെ സ്ത്രീയോട് കർത്താവ് എനിക്ക് കുടിക്കാനിട്ട് വെള്ളം തരാൻ ചോദിച്ചു. കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ അവനോട് വളരെ പ്രാക്ടിക്കലായിട്ട് വന്ന്, എന്നിട്ട് പതുക്കെ പറഞ്ഞു വന്നിട്ട് അവസാനം ഞാനാണ് ആ മശിഹ എന്ന് പറഞ്ഞു. എന്നാൽ ഇത് 4-ാം അധ്യായത്തിലാണെങ്കിൽ ഒരു അധ്യായം മുമ്പിൽ 3-ാം അധ്യായത്തിൽ വരുമ്പോണ്ടല്ലോ നിക്കോദിമോസിനോട് പറയുമ്പോൾ വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞു. അവൻ തന്നെ ചോദിക്കുക അതെങ്ങനെ നടക്കുമെന്ന്. വൃദ്ധനായ ശേഷം പിന്നെ ജനിക്കാൻ നോക്കുമോ? അപ്പൊ അവന് ഒന്നാമത് കർത്താവ് അവനോട് ഇടപെട്ടതിന് അവനിൽ ഇത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുകയായിരുന്നു കർത്താവ്. അവൻ ആ കാര്യം ഒന്ന് അറിയാൻ അവൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം. അല്ലേ അവൻ അവഗണിക്കും. അപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങളിൽ ഇത് പഠിക്കാൻ അവരിൽ ഒരു താല്പര്യം ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഓരോ കുഞ്ഞിനെയും നമ്മൾ അറിയണം. ഓരോ കുഞ്ഞിനും അതിന്റെ ആ അറിവ് നമുക്ക് അതാ ഓരോ ക്ലാസ്സിലും, പ്രത്യേകിച്ച് നമ്മൾ ഈ താഴത്തെ ക്ലാസ്സിൽ പഠിക്കുക. 1-ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ തലേ ചൊറി എന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആളിന് ഇച്ചിരി ഗ്രേഡ് കുറവാണെന്നും 10-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആളായിട്ട് വലിയ പുള്ളിയാണെന്നും അയ്യോ വെറുതെ തിരിച്ചാ. 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആളാണ് ഏറ്റവും ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി ആ ശുശ്രൂഷ നിർവഹിക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഒരു കെട്ടിടം പണിയുമ്പോൾ അടിസ്ഥാനത്തിലാണോ കെയർ കൂടുതൽ കൊടുക്കുന്നത്, റൂഫിലാണോ കെയർ കൊടുക്കുന്നത്? അടിസ്ഥാനത്തിലാണ് ഏറ്റവും സ്ട്രെങ്ത് കൊടുക്കേണ്ടത്. ഓഫ് കോഴ്സ് റൂഫിന് സ്ട്രെങ്ത് വേണം, അതിനാവശ്യമുള്ളത് മതി. ഇതുപോലെയാണ് താഴത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ അല്ലെ അധ്യാപിക ശരിക്കും ആ കുഞ്ഞിനെ മനസ്സിലാക്കി ആ കുഞ്ഞിന് അതിനെ അറിയാൻ ഒരു താല്പര്യം അവനിൽ ഉണ്ടാക്കി കൊടുക്കണം. വൈജ്ഞാനികത അവന് അത് അറിയാൻ അവനൊരാഗ്രഹം ഉണ്ടായെങ്കിൽ മാത്രമേ അവന് ശ്രദ്ധിക്കുകയുള്ളൂ. അവനൊരാവശ്യമുണ്ട്, ഇത് നല്ല കൊള്ളാം, ഇത് പഠിക്കണം, ആ ഒരു താല്പര്യം അവനിൽ ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് പറയുന്ന ആ മാറ്റർ അവന്റെ തലയുടെ മേളിക്കൂടെ പോകുന്നു വരുത്തരുത്, അവൻ ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കണം. അതല്ലേ ശമരിയക്കാരത്തി സ്ത്രീയോട് പറഞ്ഞപ്പോ ഞാനാ മശിഹാന്ന് പറഞ്ഞു, വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ട് ഇങ്ങനെ പോയി. നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് തന്നെ ആട്ടിടയന്മാരോട് ദൂതന്മാര് പറയുമ്പോൾ ഒരു കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് ഒരു പാട്ടുമൊക്കെ പാടി ലളിതമായിട്ട് ദേ ദാവീദിന്റെ സന്തതി ജനിച്ചിരിക്കുന്നുവെന്ന് പശുത്തൊട്ടി കിടക്കുന്ന സൂചനകൾ കാണിച്ചെല്ലാം പറഞ്ഞു. എന്നാൽ അതേ സന്ദേശം വിദ്വാൻമാർക്ക് കൊടുത്തപ്പോൾ നക്ഷത്രത്തിന്റെ സന്ദേശമായിട്ടാണ് കൊടുത്തത്. കാര്യം അവനത് ഒരു കൊട്ടും പാട്ടോ ഓളോലും കേട്ടാ ഒന്നും ഈ വിദ്വാൻമാരത് ഉൾക്കൊള്ളുകയാണ്. എന്നാൽ ഇത് നക്ഷത്രത്തിൽ നിന്നുള്ള സന്ദേശമായപ്പോൾ അവരത് ഗൗരവമായിട്ടെടുത്തു. അതൊരു ഡിവൈൻ റെവലേഷൻ ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഓരോരുത്തരെ അറിഞ്ഞു വേണം നമ്മൾ. അപ്പോൾ വൈജ്ഞാനികത എന്ന് പറയുമ്പോൾ നമ്മൾ ഇവന് ഈ വിജ്ഞാനം പകർന്നു കൊടുക്കുമ്പോൾ ആദ്യം അവന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം. 2, അവന്റെ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി മനസ്സിലാക്കണം.
ആ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ട് അവന് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ ആ കുഞ്ഞ് അത് അപ്രീഷിയേറ്റ് ചെയ്യത്തുള്ളൂ, അത് ഗ്രഹിക്കത്തുള്ളൂ. എനിക്ക് വേദപുസ്തകം പഠിക്കാനായിട്ട് ഏറ്റവും താല്പര്യമുണ്ടായ, ഞാൻ ദൈവത്തോട് നന്ദി പറയാറുണ്ട്, വേദപുസ്തകം പഠിക്കാനുള്ള താല്പര്യമുണ്ടായ പ്രധാന എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപികയാണ്. ഒരു അമ്മിണി ടീച്ചർ ഉണ്ടായി ഞങ്ങൾക്ക്. ഞങ്ങളുടെ കൂടെ 2-3 ക്ലാസ് ഇങ്ങനെ ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്ന സമയത്ത് ടീച്ചർ ഇങ്ങനെ പ്രൊമോഷനായിട്ട് വന്നുകൊണ്ടിരുന്നു. അത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ പൊന്നപ്പനെ, ഞങ്ങളോട് ഓരോ കാര്യം പഠിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങോട്ട് വന്ന വഴിക്ക് കവലെ കണ്ട കാര്യം ഞങ്ങളോട് പറയുന്ന പോരാ ഞങ്ങളോട് പറയുന്നത്. അത്ര തനിമയോർന്നാണ് ആശയം പറഞ്ഞു വന്നോണ്ടിരുന്നത്, തനിമയോർന്ന്. അപ്പോഴും ഞാൻ മറക്കാത്തൊരു ഇതാ, ഈ ഏലിയാവിനെ പിടിക്കാൻ രാജാവ് 50 പേർക്ക് അധിപതിയാവിനെ 50 സൈനികരെയും കൂടെ അയച്ചപ്പോൾ ഒരു മലയുടെ മുകളിൽ ഏലിയാവ് ഇരിക്കുക. ദൈവപുരുഷ ഇറങ്ങി വരുവാൻ രാജാ കൽപ്പിക്കുന്നു പറഞ്ഞു. ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി നിന്നെ എന്നിട്ട് 50 പേരെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി. രണ്ടാമൻ വന്നപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞു, അവനെയും നശിപ്പിച്ചു. അപ്പം മൂന്നാം വന്ന് ഓടിച്ചെന്ന് കാൽക്കൽ വീണു. അപ്പൊ ടീച്ചർ ഇങ്ങോട്ട് പറയുമുണ്ടല്ലോ, ഈ 50 പേർക്ക് അധിപതിയായവരെയും 50 പേരെയും കൂടെ അങ്ങോട്ട് സ്വർഗത്തിൽ തീയറിങ്ങോട്ട് ദഹിപ്പിച്ച് പച്ചമാംസം കത്തി ദഹിച്ച് നിൽക്കുന്ന ആ രൂക്ഷഗന്ധം അന്തരീക്ഷത്തിലുണ്ട്. ടീച്ചർ അങ്ങോട്ട് പറഞ്ഞു തന്നപ്പോ ഈ പച്ചമാംസം വെന്തതിന്റെ മണം ഞങ്ങളുടെ മനസ്സ് മൂക്കി വരുന്ന പോലെ ഞങ്ങൾക്ക് തോന്നുമായിരുന്നു. അതുപോലെ പറഞ്ഞു തരുമായിരുന്നു, അതുപോലെ പറഞ്ഞു തരുമായിരുന്നു. അത് ഒരു ലൈവ്ലി ആക്കണം, എങ്കിലേ കുഞ്ഞുങ്ങൾ അത് ഉൾക്കൊള്ളുകയുള്ളൂ. വൈജ്ഞാനികമായ മീൻസ് അറിവ് ആകിരണം ചെയ്യുക, അല്ലെങ്കിൽ ഉൾക്കൊള്ളുവാൻ അവന് ഇൻട്രസ്റ്റ് ഉണ്ടാകണമെങ്കിൽ അവനത് പലേറ്റബിൾ ആകണം, അവന് രുചികരമാകണം. നോക്കട്ടെ, ഒരേ വെജിറ്റബിള് 2 അമ്മമാര് വെക്കുമ്പോൾ ഒന്ന് നമുക്ക് കഴിക്കാൻ വളരെ ആസ്വാദ്യകരമായിരിക്കും, മറ്റേത് അത്ര രുചികരമാകുകയില്ല. ഈ നല്ല അതിനെന്ത് ചെയ്യണമെന്ന് അറിയോ? ടീച്ചേഴ്സ് നേരത്തെ കൂട്ടി ഇത് പ്ലാൻ ചെയ്യണം. സൺഡേ സ്കൂളിന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചു, അങ്ങ് മുമ്പ് ഇതോട്ട് വായിക്കല്ലേ കേട്ടോ, തലേന്ന് വായിച്ച് നിങ്ങളൊരു കുറിപ്പുണ്ടാക്കണം, നിങ്ങളൊരു ലെസൺ പ്ലാൻ ഉണ്ടാക്കണം. അതാണ് വൈജ്ഞാനികത. കുഞ്ഞിന്റെ മനസ്സിനെ നിങ്ങൾ ഓർക്കണം. എന്റെ ക്ലാസ് പഠിക്കുന്ന ഇന്ന കുട്ടിക്ക് ഈ കുഞ്ഞിനെ ഇത് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന്. സ്തോത്രം. അപ്പൊ അവന്റെ മനസ്സാണ് അവന്റെ മനസ്സാ അതിനകത്ത്. ഈ ടീച്ചിങ് മെത്തേഡിനകത്തോട്ടും ഞാൻ കയറി വരുന്നുണ്ട്, എങ്കിലും മീൻസ് അതിന്റെ ആ മാനസികാവസ്ഥയാണ് നമ്മൾ കണക്കൂട്ടുന്നത്. ഇനി അടുത്തത് നമുക്കറിയാം, സ്തോത്രം, ഈ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. ഈ കുഞ്ഞുങ്ങള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. അവർ പറയാൻ, നമ്മുടെ ക്ലാസ്സിൽ അധ്യാപകൻ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതി ആകരുത്. കുഞ്ഞുങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അവരെ അനുവദിക്കണം. അവരുടെ മാനസികാവസ്ഥ മീൻസ് കുറെ കൂടെ സ്വതന്ത്രമാണ്. മനസ്സ് സ്വതന്ത്രമാണെങ്കിൽ, ടെൻഷൻ ഒഴിഞ്ഞ് ക്ലാസ് അവർ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരെ അനുവദിക്കണം. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലേ ഉണ്ടല്ലോ, അവരിങ്ങനെ മറിഞ്ഞുകൂടി. ചില വീടുകളിലുണ്ടല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അനുവാദമില്ല. സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് പിന്നെ വീട്ടിലോട്ട് വന്നപ്പം സ്കൂളിലേക്ക് അതേ ഇങ്ങനെ പറയാം, അമ്മയുടെ അടുത്തോട്ട് നീ ഒന്ന് നിർത്തടി, എനിക്ക് വേറെ ജോലിയുണ്ട് പറയരുത്. ഇതുപോലെ കാരണം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഫ്രീഡം ഉണ്ടെന്ന് നമ്മുടെ ക്ലാസ്സിൽ. അതാണ് അവരുടെ മനസ്സിന്റെ അവസ്ഥയാണ്. അപ്പോഴേ അവരുടെ മനസ്സ് ഫ്രീ ആകുള്ളൂ. അവരുടെ സൈക്കോളജി നമ്മൾ മനസ്സിലാക്കണം. എങ്കിലേ അവരുടെ മനസ്സ് ഫ്രീ ആകണമെങ്കിൽ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടേ, സ്തോത്രം. മനസ്സ് ഫ്രീ ആകണം. ഇനി അതിന് ചിലർക്ക് കഴിവ് കുറവായിരിക്കും, ചിലർക്ക് ഇച്ചിരി കൂടുതൽ കഴിവായിരിക്കും. നമുക്കറിയാമല്ലോ, ഈ അതിനകത്ത് കൂടുതൽ സംസാരിക്കുന്ന ഈ ഗേൾസ് ആണെന്നാ പറയുന്നത്. അത് നമ്മൾ അവരെ മനസ്സിലാക്കണം. പിന്നെ ഒരു കുഞ്ഞ് പറയുമ്പോൾ ചിലപ്പം അവൻ പറയുന്ന രീതി ഒന്ന് വേറെയാണ്, അവന്റെ ഭാഷാ ശൈലി വേറെ ആയിരിക്കും. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അതിന് തന്നെ ഈ ഭാഷ ഒരു വ്യത്യാസം വരും കേട്ടോ. അപ്പൊ അവന്റെ മാനസിക അവസ്ഥ നമ്മൾ ഉൾക്കൊള്ളത്തക്കതുപോലെ അവനെ സംസാരിക്കാനായിട്ട്, ആശയവിനിമയത്തിന് അവന് താല്പര്യം കൊടുക്കണം. സ്തോത്രം. അവനെ പ്രോത്സാഹിപ്പിക്കണം. സ്തോത്രം. ഇനി അടുത്ത ഒരു കാര്യമാണ്,
ഒരു സാമൂഹ്യ പ്രതിബദ്ധത അവനിൽ ഉണ്ടാകണം. ഒരു സാമൂഹിക പ്രതിബദ്ധത അവനിൽ ഉണ്ടാകണം. ക്ലാസ് ഇരിക്കുമ്പോൾ അടുത്ത കുട്ടിയോട് കൂടെ ചേർന്നിരിക്കാൻ. ഇപ്പം വന്ന് മീൻസ് ഓരോരുത്തരും ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിലാണ്. അടുത്ത കുട്ടിയെ എന്നെ തുടരുത് എന്നുള്ള മട്ടില്ല. അങ്ങനല്ല. നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഒരു സമൂഹത്തിലാണെന്ന് അവന് ഫീൽ ചെയ്യത്തക്കതുപോലെ ഒരു കുഞ്ഞ് ഒറ്റപ്പെട്ടവനാണെന്നുള്ള ചിന്ത അവനിൽ ഉണ്ടാകാൻ പാടില്ല. മാൻ ഈസ് എ സോഷ്യൽ ബീയിങ്. എനിക്ക് അതിനെക്കുറിച്ച് നാളെ പിന്നെയും കൂടുതൽ പറഞ്ഞാൽ കൊള്ളാവുന്നു. അവനൊരു സോഷ്യൽ ബീയിങ് ആണെന്നുള്ളത് അവന് ഉത്ബോധം. അപ്പൊ സ്വയബോധമായത് കേട്ടോ, സൈക്കി ആ സ്വയബോധത്തിന്റെ ഭാഗമാണ്. ആ സ്വയബോധം അവനിൽ ഉളവാകുന്നത് അവൻ ആരാണെന്നുള്ള ആ ബോധം. ഞാൻ പറഞ്ഞല്ലോ, ആഗ്നി ഓഫ് എക്സിസ്റ്റൻസ്. അത് ലോകത്തിന്റെ വലിയ പ്രശ്നമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ പ്രോബ്ലം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ചെറുപ്പം മുതലേ അവന്റെ മനസ്സിനെ അതിനുവേണ്ടി ഒരുക്കണം. മനസ്സിനെ ഒരുക്കണം. അവന് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാ. മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നറിയാമോ? ഏകാന്ത തടവാണ്. ഏകാന്ത തടവാണ്. ഈ നരകത്തിന്റെ ഭീകരാവസ്ഥ എന്ന് പറയുന്നത് അറിയാമോ? നരകത്തിന്റെ ഭീകരാവസ്ഥ ഏകാന്തതയാണ്. ഭയങ്കര. ആരും ആരെയും കാണുന്നില്ല. അതല്ലേ ഈ നരകത്തെ കുറിച്ച് പറയുന്നത് മരണമെന്ന്. രണ്ടാമത്തെ മരണം എന്ന് പറയത്തില്ലേ? മരണമെന്ന് പറഞ്ഞാൽ വേർപാടാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ. യേശുക്രിസ്തു നമുക്ക് നിത്യജീവൻ ഉണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിത്യമായ കൂട്ടായ്മയുണ്ടെന്നാണ്. നിത്യമായ കൂട്ടായ്മ ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. സ്തോത്രം. അപ്പം ജീവൻ കൂട്ടായ്മയും മരണം വേർപാടുമാണ്. നരകം നിത്യമായ മരണമാണെന്ന് പറഞ്ഞാൽ നിത്യമായ ഒറ്റപ്പെടല, വേർപാട്, സകല ബന്ധങ്ങളിൽ നിന്നുള്ള വേർപാടാണ്. ഒരു കുഞ്ഞ് ഒരിക്കലും അവൻ ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകാൻ ഒരിക്കലും ഇടയാക്കരുത്. അവന്റെ മനസ്സ്, യു ആർ എ സോഷ്യൽ ബീങ്, എ പാർട്ട് ഓഫ് എ ഹോൾ. ഒരു വലിയ കൂട്ടത്തിലെ ഒരാളാണ് നീ എന്നുള്ളൊരു ഫീലിംഗ് അവനുണ്ടാകണം. സ്തോത്രം. അങ്ങനെ നമ്മൾ അവനോട് ഇടപെടണം. അവന്റെ മനസ്സിന്റെ അവസ്ഥ അതനുസരിച്ച് രൂപപ്പെടണം. പിന്നെ അവന്റെ വൈകാരികത, ഞാൻ പറഞ്ഞല്ലോ, വൈകാരികത. അവന് എവ്രി ചൈൽഡ് ഈസ് ആൻ ഇമോഷണൽ ബീയിങ്. മനുഷ്യനൊരു വികാര ജീവിയാ. മനുഷ്യന്റെ വികാരങ്ങൾ, അവന്റെ വികാരങ്ങൾ പാമ്പർ ചെയ്യപ്പെടണം. എത്ര പ്രായമായാലും ഇത് മാറുകയില്ലെങ്കിൽ ചെറുപ്പമായിരിക്കുമ്പോൾ എത്ര അധികമാണ്. സ്തോത്രം. കുഞ്ഞുങ്ങളുടെ ആ ഇമോഷൻസ് ഈ ചില കുട്ടികളുണ്ട്, മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കാൻ തുടങ്ങും. തുള്ളും, നീ എൻ്റെ അടുത്തോട്ട് ഇതോടാ കടിച്ചതെന്ന് പറഞ്ഞ് ചാടിച്ചോടി ചെല്ലരുത്. അപ്പൊ നമ്മൾ എന്ത് വേണമെന്നറിയാം? മോനെ, അവന്റെ മനസ്സ് കട്ടാകാതെ നോക്കണം. അവന്റെ മനസ്സ് കട്ടാകും. മോനെ, അതിന്റെ ഫ്രണ്ടല്ലേ അവന്. പതുക്കെ ഇങ്ങനെ പതിയെ പറഞ്ഞ് ടീച്ചിങ് മെത്തേഡിനെ കുറിച്ച് പറയുന്നത് കൂടുതൽ കൂടുതൽ പറയാം. അവനൊരു സോഷ്യൽ ബീയിങ് ആണെന്ന് അവന് ബോധം ഉണ്ടാകണം. ഇങ്ങനെ 2-3-4 കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേന് പിന്നെ ഇവനുണ്ടല്ലോ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ തുടങ്ങും. അപ്പൊ അവന് തന്നെ ഒരു നീഡ് ഉണ്ടാക്കിയിട്ട് വേറൊരാൾ അവനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കണം. അപ്പോഴേ അവന്റെ ആ ഇമോഷണൽ നീഡ് മീൻസ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഇതാണ്. പിന്നെ അതുപോലെ തന്നെയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ, പൊരുത്തപ്പെടൽ. ഈ ഓരോരോ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ നമ്മൾ ഈ കുഞ്ഞിനെ പരിശീലിപ്പിക്കണം. അവന്റെ മനസ്സ് പരിശീലിപ്പിക്കപ്പെടണം. ഒരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേനും അന്താളിച്ചു പോകും. ഒരു പുതിയ സ്കൂളിലോട്ട് ചെല്ലുമ്പോ ആ കുഞ്ഞ് എന്താ അതിന് പറയുന്നേ, വെള്ളത്തിൽ നിന്ന് കരക്കെടുത്തിട്ട് മീനെ പോലെ എന്നായി പോരുത്. വെള്ളത്തിൽ നിന്നൊരു മീനെ പിടിച്ച് കരക്കിട്ടാൽ അത് നടക്കില്ല, അത് നോക്കില്ല. അതുപോലെ ആയി പോകരുത്. ഒരു പുതിയ കാട്ടിൽ ഒറ്റയ്ക്ക് അകപ്പെട്ടു പോയ ഒരു ജീവിയെ പോലെ, ഒരു മൃഗത്തെ പോലെ ആയി പോകരുത്. ആ കുഞ്ഞ് പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടണം. അതിനവന്റെ മാനസികമായിട്ടുള്ള ഒരു കെയർ വേണം. അവന്റെ മനസ്സിനെ കെയർ ചെയ്തെങ്കിൽ മാത്രമേ അവന് പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുവാൻ കഴിയുകയുള്ളൂ. ഇതെല്ലാം കൂടി എടുക്കുമ്പോഴാണ്
അവന് ആ സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നത്. അവന് ചില കാര്യം വൈജ്ഞാനികത, ചില കാരണം അവനെ അറിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അവന് മറ്റുള്ളവരോടൊന്ന് അവന്റെ അകത്തെ അവസ്ഥകള് ഒന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആശയവിനിമയം. പിന്നെ മൂന്നാമത് അവന് സമൂഹത്തിലെ ഒരു പാർട്ടാണെന്നുള്ള ഒരു ബോധം അവനുണ്ടാകും. ഞാൻ കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ട് വരാം. പിന്നെ അവന്റെ ഇമോഷൻസിനകത്ത് റിഫൈൻമെന്റ് ഉണ്ടാകണം. പിന്നെ ഓരോ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടെങ്കിൽ മാത്രമേ അവൻ ആ സെൽഫ് കോൺഷ്യസ്നെസ്സിൽ അവന് കോൺഫിഡൻസ് ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇനി അവൻ സെൽഫ് കോൺഷ്യസ്നെസ് അവനുണ്ടാക്കണം. അതാണ് ദേഹിയിൽ ഉണ്ടാകുന്ന മോൾഡിങ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. മോൾഡിങ് ഈ ദേഹിയിൽ ഉണ്ടാകുന്ന ആ മോൾഡിങ്ങിൽ ഒന്നാമത് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, കുഞ്ഞുങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്, അവന് ഈ ബിലോങ്സ് ടു ഗാഡ് എന്നുള്ള പറഞ്ഞു കൊടുക്കണം. നോക്കണേ, സ്തോത്രം. ഐ ബിലോങ് ടു ഗാഡ്. ഞാൻ എൻ്റെ ദൈവത്തിനുള്ളവനാണ് എന്നൊരു ഫീലിംഗ് അവിടെ ഉണ്ടാകും. ഐ ബിലോങ് ടു ഗാഡ്. സൺഡേ സ്കൂൾ ഉദ്ദേശിച്ചതാണല്ലോ, ഐ ബിലോങ് ടു ഗാഡ്. അതാണ് ആദ്യം അവനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവന്റെ മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടാക്കണം. കാര്യം ഇവന് സെൽഫ് കോൺഷ്യസ്നെസ് അല്ലേ. ദേഹിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് സെൽഫ് കോൺഷ്യസ്നെസ് ആണ്. അവനെ ആ സെൽഫ് കോൺഷ്യസ്നെസ് ഉണ്ടാക്കുമ്പോൾ അവന് ആദ്യം പ്രധാനമായിട്ടും അവനുണ്ടാകേണ്ട ഉത്ബോധം എന്ന് പറയുന്നത് ഐ ബിലോങ് ടു ഗാഡ്. ഞാൻ ദൈവത്തിനുള്ളവനാണ്. അത് അവൻ്റെതായ ആ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനത് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഒന്ന് പറഞ്ഞോളൂ, ടീച്ചിങ് മെത്തേഡിനകത്ത് വരുന്നതാണെങ്കിൽ ഞാനൊന്ന് പറയാം. നിങ്ങൾക്ക് ഇത് ആശയം ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ. അതായത് നിങ്ങളുടെ വീട്ടില് മോന്റെ ബാഗിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട്? സ്കൂൾ ബാഗിനകത്ത് വാട്ടർ ബോട്ടിലുണ്ട്, ടിഫിൻ ബോക്സ് ഉണ്ട്, പിന്നെ പെൻസിൽ ബോക്സ് ഉണ്ട്. ആ പെൻസിൽ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ട്? സ്ക്രബറുണ്ട്, പിന്നെ പെൻസിൽ ഷാർപ്പനർ ഉണ്ട്, പിന്നെ ബുക്കുണ്ട്, പിന്നെ ഒരു ടവലുണ്ട്. ഇതെന്തിനാ ഈ ടവൽ എന്തിനാ മോനെ? ടവലേ ലഞ്ച് ബോക്സ് തുറന്നു വെക്കുമ്പോ ഉണ്ടല്ലോ, ചിലപ്പം ഇച്ചിരി ക്രംസ് ഒക്കെ താഴെ വീഴും. അത് സ്കൂളിനകത്ത് വീഴാൻ പാടില്ല. പിന്നെ ഞാനിത് കഴിക്കുമ്പോൾ എനിക്ക് എൻ്റെ കൈ ഒന്ന് റബ്ബ് ചെയ്യണമെങ്കിൽ വേണം, ടവല് വേണം. അപ്പൊ സോ ടവൽ ഹാസ് എ യൂസ് ഇല്ലേ? ടവൽ ഹാസ് എ യൂസ്. ഈ ഷാർപ്പനർ എന്തിനാ? ചിലപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെൻസിലിന്റെ മോനെ ഒടിഞ്ഞു പോവും. അപ്പൊ പിന്നെ ഞാൻ ഷാർപ്പൻ ചെയ്യണ്ടേ? അപ്പൊ ഷാർപ്പനർ ഒന്നും യൂസ് ഉണ്ട്. പിന്നെ ലഞ്ച് ബോക്സ്, ലഞ്ച് കൊണ്ടുപോകാന്. പിന്നെ ഇങ്ങനെ ഓരോ ടെക്സ്റ്റ് ബുക്ക് ഓരോന്ന് ഇങ്ങനെ നിന്റെ സ്കൂൾ ബാഗിനകത്ത് ഓരോ ഐറ്റവും ഒരു ഉദ്ദേശമുണ്ട്. എവ്രി ഐറ്റം ഇൻ യുവർ സ്കൂൾ ബുക്ക്, ഇൻ യുവർ സ്കൂൾ ബാഗ് ഹാസ് എ പർപ്പസ്. എന്നിട്ട് നമ്മുടെ വീട്ടില് ഉപയോഗമില്ലാത്ത എന്തൊരു സാധനം വെച്ചു എടുത്തുകൊള്ളില്ലേ? അപ്പൊ അങ്ങനെയാണേ മോനെ, മമ്മി ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അതൊരു യൂസ് ഉണ്ടായിട്ടല്ലേ ഉണ്ടാക്കുന്നതാണ്, കഴിക്കാനല്ലേ ഉണ്ടാക്കുന്നത്, ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചത് ദൈവമല്ലയോ? നമ്മളെ സൃഷ്ടിച്ചത് ദൈവമല്ലയോ? നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ്. ദൈവം നമ്മളെ അപ്പൊ ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന് എന്തേലും ഒരു ഉദ്ദേശം ഇല്ലേ? ഉണ്ട്. ഒരു ഉദ്ദേശമില്ല ആരും വല്ലതും ഉണ്ടാക്കോളൂ? ഒരു ഉദ്ദേശമില്ല ആരും ഒന്നും ഉണ്ടാക്കില്ല. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ദൈവത്തിന്റെ ഉദ്ദേശം എന്നറിയാമോ? നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. വി ബിലോങ് ടു ഗാഡ്. നാം ദൈവത്തിനുള്ളവരാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടേ? ഐ ബിലോങ് ടു ഗോഡ് എന്ന് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇൻഡിവിജ്വൽ പേഴ്സണൽ മെത്തേഡ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പൊ ഐ ബിലോങ് ടു ഗാഡ്, ആ ഒരു ഫീലിംഗ് കുഞ്ഞിലങ്ങ് ഉണ്ടായി കഴിഞ്ഞുണ്ടല്ലോ, അത് ചെറുപ്പത്തിലെ അവന്റെ മനസ്സിലങ്ങോട്ട്
ഈ ആഴത്തിൽ അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ കോറിയിടുക എന്നൊക്കെ പറയും. കോറിയിട്ട് വെച്ചാൽ കല്ലൽ കോത്തി വെക്കണ മാതിരി കോറിയിട്ടാൽ അവന്റെ ജീവകാലത്ത് ഒരിക്കലും അത് പോവുകയില്ല. ആ കുഞ്ഞിന്റെ സൈക്കോളജി നമ്മള് his psyche should be molded and formed in such a way that he always has a feeling that he belongs to God. ഞാൻ ദൈവത്തിനുള്ളവനാണ് എന്ന ഒരു ഫീലിംഗ്, ആ സെൽഫ് കോൺഷ്യസ്നസ്. നീ ആരാന്ന് ചോദിച്ചാൽ, who are you എന്ന് ചോദിച്ചാൽ, I belong to God. I am a creation of God. നോക്കണേ, ആ ഒരു ബോധം ആദ്യം അവരിൽ ഉണ്ടാക്കണം. ആ സെൽഫ് കോൺഷ്യസ്നെസ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് കുഞ്ഞിൽ നമ്മള് ഒരു സൈക്കിള് നമ്മൾ കൊടുക്കേണ്ട ആശയമായത് ഐ ബിലോങ് ടു ഗാഡ്. അതിനാ സൺഡേ സ്കൂള്. സ്തോത്രം. ഇനി രണ്ടാമത്, ഞാൻ ദൈവത്തിനുള്ളവനാണ് എന്നുള്ള അവബോധം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഐ ബിലോങ് ടു മൈ ഫാമിലി. ഞാനെന്റെ കുടുംബത്തിനുള്ളവനാണ്. ഐ ബിലോങ് ടു മൈ ഫാമിലി. എന്റെ കുടുംബത്തിലാണ്. മൈ ഡാഡ്, മൈ മോം, മൈ ബ്രദർ, മൈ സിസ്റ്റർ. നോക്കണേ, ആ ഒരു ഫീലിങ്, സെൽഫ് കോൺഷ്യസ്നസ് അവന്റെ മനസ്സ് മോൾഡ് ചെയ്യുന്ന. ഈ പലപ്പോഴും കുഞ്ഞുങ്ങളിൽ ആളുകൾ ഡിപ്രഷൻ ഉണ്ടാകുന്ന എന്തുകൊണ്ടെന്നറിയാമോ? അയ്യോ, ഇപ്പൊ ഡിപ്രഷന്റെ അളവ് വളരെ കൂടുതൽ. കേരളത്തിൽ തന്നെ ഡിപ്രഷൻ ഒരു വലിയ പ്രോബ്ലം. അയ്യോ, എനിക്കറിയാവുന്ന ഒരു സഭയിൽ 5 പേര് ഡിപ്രഷന് ട്രീറ്റ്മെന്റിലുണ്ട്. 5 പേര് ഇപ്പൊ. ഈ 5 പേരും ചെറുപ്പക്കാരാണ്. എന്റെ തൊട്ടടുത്ത വീട്ടിൽ അവർ ഹിന്ദുക്കളാ, വാടകയ്ക്ക് താമസിക്കുന്നവരാ. ആ വീട്ടിലെ മോന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അവന്റെ വൈഫിന് ഡിപ്രഷൻ ഉണ്ട്. ഡിപ്രഷൻ ഉണ്ടായിട്ട് അറിഞ്ഞില്ല, വയലന്റ് ആകും. അവള് പിന്നെ അവനെ വിട്ടേച്ചു പോയി. ഇവൻ ഇപ്പൊ മദ്യപാനി. ഡിപ്രഷൻ. ഇവന് ഇപ്പൊ ഡിപ്രഷൻ ആകുക. അവന്റെ അമ്മ കഴിഞ്ഞ ദിവസം സങ്കടത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് വർത്താനം പറയാൻ എനിക്ക് അവനെ കൈ കിട്ടുന്നില്ല. എന്തുകൊണ്ട് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് പോകുന്നത് കൊണ്ടാണ്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഐ ബിലോങ് ടു ഗോഡ് എന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ ആരുമില്ലെങ്കിലും ഉണ്ടല്ലോ, ഭാര്യ വിട്ടേച്ച് പോയാലും, അമ്മയപ്പന്മാര് വിട്ടേച്ച് പോയാലും, ആര് വിട്ടേച്ച് പോയാലും ഐ ബിലോങ് ടു ഗാഡ് എന്നുള്ള ഫീലിംഗ് അവനുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഡിപ്രസ്ഡ് ആവില്ല. ഒരിക്കലും. മാതാവും പിതാവും ഒരു സ്കൂട്ടർ അപകടത്തിൽ മരിച്ചുപോയി. 2 കുഞ്ഞുങ്ങൾ. അവരുടെ ബന്ധുക്കളൊക്കെ അവരെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടും ആ കുഞ്ഞുങ്ങൾ ഭയങ്കര നിരാശയിലും വിഷമത്തിലുമായിരുന്നു. 9ഉം 11ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ. ശ്രദ്ധിക്കണേ, അങ്ങനെ ഒരു സ്ഥിതി. അയ്യോ, ഞാനങ്ങ് ഭയങ്കര എക്സ്ട്രീം എക്സാമ്പിൾ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ, പേടിക്കല്ലേ. അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഐ ബിലോങ് ടു ഗാഡ്, ഗാഡ് ഈസ് ദേർ. ആ ഒരു ഫീലിംഗ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൊടുക്കാൻ അവിടെ സൈക്കിൾ നമ്മളെ കൊണ്ട് കഴിയണം. സ്തോത്രം. ഞാൻ പറഞ്ഞത് അതാണ് ഏറ്റവും പ്രൈമറി റിക്വയർമെന്റ്. അവന്റെ മനസ്സിൽ ഐ ബിലോങ് ടു ഗോഡ് എന്നുള്ള ആ കോൺഫിഡൻസ്, ആ ട്രസ്റ്റ് എങ്ങോട്ടായി കഴിഞ്ഞോണ്ടല്ലോ, ഭയങ്കര. അവന് he would feel that he is on top of the world. ആ ഒരു ഫീലിംഗിലേക്ക് അവൻ വരും. അപ്പൊ രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ, ഐ ബിലോങ് ടു മൈ ഫാമിലി എന്നുള്ള ഫീലിംഗ് ഉണ്ടാകും. ഐ ബിലോങ് ടു മൈ ഫാമിലി. ഇപ്പൊ പലപ്പോഴും
വേണ്ട പോലെ കുഞ്ഞുങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ മാതാപിതാക്കളുടെ അവസരം കിട്ടത്തില്ല. എന്നാൽ പോലും ഐ ബിലോങ് ടു മൈ ഫാമിലി എന്നുള്ള ഫീലിംഗ് അവിടെ ഉണ്ടാകും. മൂന്നാമതായിട്ട് ഞാനൊരു സഭയിൽ ഉൾപ്പെടുന്നു എന്ന് പറയും. ഐ ബിലോങ് ടു മൈ ചർച്ച്. ഐ ബിലോങ് ടു എ സ്പിരിച്വൽ ഗ്രൂപ്പ്. ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കണം. ചിലപ്പോൾ രക്ഷിക്കപ്പെടാത്ത വേറൊരു കുടുംബത്തിൽ നിന്നുള്ളൊരു കുഞ്ഞാണെങ്കിൽ അവൻ ആ ഫീലിംഗ് ചിലപ്പോൾ ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാമോ നിങ്ങള്? ആ കുഞ്ഞിനെ അവന് ഐ ബിലോങ് ടു എ കമ്മ്യൂണിറ്റി എന്നുള്ള ഫീലിംഗ് വർദ്ധിപ്പിക്കണം. ഞാനൊരു സാമൂഹ്യ ജീവിയാണ്. ഐ ആം നോട്ട് എലോൺ. ഞാൻ ഒറ്റയ്ക്കല്ല. ഐ എം പാർട്ട് ഓഫ് എ ഹോൾ. ഞാന് ഒരു സമൂഹത്തിലേതാണ്. ആ ഫീലിംഗ് അവൻ ഉണ്ടാക്കണം. ഞാനൊരു സാമൂഹ്യ ജീവിയാണെന്നുള്ള ഉത്ബോധം ഉണ്ടാക്കണം. അത് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു വിഷമമില്ല സുഹൃത്തുക്കളെ. അതായത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് മോനെ, ഇത് രാവിലെ സൺഡേ സ്കൂളിലാണല്ലോ, സൺഡേ സ്കൂൾ രാവിലെ എഴുന്നേറ്റ് മോനെ എന്തോ ചെയ്തു? ഞാൻ ബ്രഷ് ചെയ്തു. ബ്രഷ് ചെയ്യാനായിട്ട് പേസ്റ്റ് കിട്ടി. പേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ പേസ്റ്റ് എടുത്ത് ബ്രഷ് വെച്ച് ബ്രഷ് ചെയ്തു. ബ്രഷ് ചെയ്ത് കഴുകാൻ വെള്ളം ടാപ്പ് തുറന്നപ്പോൾ വെള്ളം കിട്ടി. ഓനെ ഈ പേസ്റ്റ് എവിടുന്ന്? കടയിൽ നിന്ന്. കണ്ടു? അപ്പൊ ആ കടയിൽ നിന്ന് ആ പേസ്റ്റ് കിട്ടിയില്ലേ മോൻ എന്തോ ചെയ്യും? പേസ്റ്റ് ഇല്ല. ഈ ബ്രഷ് മേടിക്കാൻ ആ കടയില്ലെങ്കിൽ എന്നാ ചെയ്യും? കണ്ടോ? ആ സമൂഹത്തോട് ഇവനൊരു പ്രതിബദ്ധതയുണ്ട്. സമൂഹമാണ് ഇവനെ നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നതിൽ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നതെന്നും അവനിൽ ആ ഫീലിംഗ് ഉണ്ടാക്കണം. ഐ ബിലോങ് ടു എ സൊസൈറ്റി. ഞാനൊരു സമൂഹത്തിൽ ഉൾപ്പെട്ടവനാണ്. ഞാനൊരു സാമൂഹ്യ ജീവിയാണ്. ആ ഒരു വലിയ ഉൾബോധം അവനിലുണ്ടാക്കിയാൽ പിന്നെ ഒരിക്കലും ഒരു ഡിപ്രഷൻ ഉണ്ടാവില്ല. അത് ചെറുപ്പത്തിൽ അതുണ്ടാക്കണം. കടക്കാരനെ ഒരു റൈവലായിട്ട് കാണരുത്, അല്ലെങ്കിൽ ഒരു എനിമിയായിട്ട് കാണരുത്. എന്നെ കളിപ്പിക്കാനിരിക്കുന്ന ഒരുത്തനെന്ന് ചിന്തിക്കരുത്. ഹീസ് ഡൂയിങ് എ യൂസ്ഫുൾ സർവീസ് ടു ദ കമ്മ്യൂണിറ്റി എന്നുള്ള ഫീലിംഗ് അവൻ ഉണ്ടാക്കണം. ടാപ്പ് തുറന്നപ്പോൾ വെള്ളം കിട്ടിയത്, ദ പ്ലംബർ ഈസ് ദെയർ, ദ പമ്പ് മാൻ ഈസ് ദെയർ. അതുകൊണ്ടായി വെള്ളം ഇവിടെ വന്നത്. സോ അവരുണ്ട്, അവര് എന്നെ കരുതുന്നുണ്ട്. ആ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, ഐ ബിലോങ് ടു എ കമ്മ്യൂണിറ്റി, കൊച്ചു കുഞ്ഞിൽ ആ ബോധം ഉണ്ടാക്കണം. സ്തോത്രം. അങ്ങനെ ആവുമ്പോണ്ടല്ലോ അവരെല്ലാവരുമായിട്ട് ഇടപഴകാനായിട്ട്, സമൂഹത്തിലുള്ളവരെ പിന്നെ അവൻ ശത്രുവായിട്ടല്ല കാണുന്നത്, അവനെ കരുതുന്നവരായിട്ട് കാണും. അവന്റെ ജീവിതം സുഗമമാക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരായിട്ട് കാണും. അവന് ആവശ്യമുള്ള ഒരുവനായിട്ട് അവൻ ഈ ആളിനെ കാണാൻ തുടങ്ങും. അവനെ ആ മനസ്സിന് തന്നെ അങ്ങ് മാറ്റം വരും. ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാട് അവനിലുണ്ടാകും. കൊച്ചു കുഞ്ഞിന് ഈ ഞാൻ പറയുമ്പം നിങ്ങൾക്ക് എന്നെ തെറ്റിദ്ധരിക്കരുത്. കൊച്ചു കുഞ്ഞുങ്ങളെ അവരും പാപികളാണുള്ളതെന്ന് മറക്കരുത്. കൊച്ചു കുഞ്ഞുങ്ങളും. ഈ പാപം എന്ന് പറയുന്നത് പ്രവൃത്തിയിൽ ഒതുങ്ങുന്നതല്ലല്ലോ. പാപം പ്രവൃത്തിയിൽ ഒതുങ്ങുന്നതല്ല. പാപം അവസ്ഥയാണ്. ഈ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ടീച്ചർ തന്നെ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. സ്തോത്രം. ചില ചോദിക്കും, സകലവും സൃഷ്ടിച്ച ദൈവമല്ലേ? അതെ. അപ്പൊ പാപവും സൃഷ്ടിച്ച ദൈവമല്ലയോ? പാപവും സൃഷ്ടിച്ച ദൈവമല്ലയോ? പാപം ഒരു സൃഷ്ടിയെ അല്ല കേട്ടോ. സൃഷ്ടി എന്ന് പറഞ്ഞാൽ
ഒരു ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി ഉള്ള ഒരു വസ്തുവാണ് ഒരു സൃഷ്ടി. എ ക്രിയേഷൻ ഈസ് സംതിങ് വിച്ച് ആസ് ആൻ ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി. സ്വതന്ത്രമായ ഒരു അസ്തിത്വം ഉള്ളതാണ് ഒരു സൃഷ്ടി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉപകരണം കേടായാൽ ആ കേടിന് ആ ഉപകരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒക്കില്ല. ആ കേട് എന്ന് പറയുന്ന ആ ഉപകരണത്തിനെ അധപ്പതിച്ച അവസ്ഥയാണ്. ദ ഇംപയർഡ് സ്റ്റേറ്റ് ഓഫ് ദാറ്റ് എക്യുപ്മെന്റ് ഈസ് കോൾഡ് ഇറ്റ്സ് ഡാമേജ്. അപ്പൊ അതിൽ നിന്ന് ആ ഉപകരണത്തിൽ നിന്ന് മാറി അതിന് നിൽക്കാൻ ഒക്കില്ല. ഇതുപോലെയാണ് പാപത്തിന് ഒരു സൃഷ്ടിയിൽ നിന്ന് സ്വതന്ത്രമായി മാറി നിൽക്കാൻ ഒക്കില്ല. പാപം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ ഈ പാപ പ്രകൃതമുള്ള കുഞ്ഞായിട്ടാണ് ജനിക്കുന്നത്. അപ്പൊ ജനിക്കുമ്പോഴേ അതിന് അസൂയുണ്ട്. കുഞ്ഞിന്റെ സൈക്കോളജി ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, സിബ്ലിംഗ് റൈവൽറി. സൈക്കോളജിയിൽ, ചൈൽഡ് സൈക്കോളജിയിൽ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമായത്, ഒരു മേഖലയാണ് സിബ്ലിംഗ് റൈവൽറി എന്ന് പറയും. ഒരു കുടുംബത്തിൽ തന്നെ സ്വന്തം ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ അവർക്ക് തന്നെ ഒരു സിബ്ലിംഗ് റൈവൽറി ഉണ്ടാവും. അത് ഈ ഉള്ളിന്റെ ഉള്ളിൽ ഈ അസൂയ എന്ന് പറയുന്നത് ആ പ്രകൃതത്തിൽ കടന്നുകൂടിയിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്നത്. അത് മാറ്റണമെങ്കിൽ ഞാനിപ്പോ പറഞ്ഞതുപോലെ ഐ ബിലോങ് ടു മൈ ഫാമിലി എന്ന ഫീലിംഗ് ഉണ്ടാക്കണം. ഐ ബിലോങ് ടു എ സൊസൈറ്റി എന്ന ഫീലിംഗ് ഉണ്ടാക്കണം. എൻ്റെ സിബ്ലിങ് എനിക്ക് റൈവൽ അല്ല, എന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ സിബ്ലിങ് ഇല്ലെങ്കിൽ, അല്ലെ എൻ്റെ സഹോദരൻ അല്ലെ എൻ്റെ സഹോദരി ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഈ സിബ്ലിംഗ് റൈവൽറിയിൽ നിന്ന് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ, കുഞ്ഞിന്റെ ആ സൈക്കോളജിക്കൽ കണ്ടീഷൻ നമ്മൾ അറിയണം. അവന് സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഉണ്ടാക്കണം. ബിലോങ് ടു ദ ഫാമിലി. പിന്നെ ഐ ബിലോങ് ടു ദ സൊസൈറ്റി. ഈ ഫീലിംഗ് ഉണ്ടാക്കിയാൽ, ഈ സാധാരണയായിട്ട് നമ്മൾ കച്ചവടക്കാരെയൊക്കെ കാണുന്നത് നമ്മളെ കളിപ്പിക്കാണ്ടിരിക്കുന്നവരെന്നല്ലേ. അങ്ങനെ കാണരുത്. ചിലപ്പോൾ കളിപ്പിക്കുന്ന കച്ചവടക്കാരുണ്ടായിരിക്കും, സത്യ. പക്ഷേ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കരുത്. അവരെപ്പോഴും ഈസ് എ യൂസ്ഫുൾ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. എല്ലാവർക്കും എല്ലാം ഇല്ല. ഒരു ബാർബർ പോലും കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ഒരു ബാർബർ, he provides you with a service, he gives you a service. സൊസൈറ്റിയോട് ബിലോങ്ങിങ്നെസ് ഉണ്ടാക്കണം കുഞ്ഞിന്റെ മനസ്സ്. സ്തോത്രം. എല്ലാരും കൂടെ ഉണ്ടേ. സ്തോത്രം. ആ സൈക്കി അവനെ അതിനുവേണ്ടി ഒരുക്കണം. സ്തോത്രം. സാമൂഹ്യ ജീവിയാണെന്ന് ഉത്ബോധം അവനുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഓബ്ലിഗേഷൻസ് നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയും. See, if you belong to God, you have an obligation to God. നിങ്ങൾക്ക് ദൈവത്തോട് കടപ്പാടുണ്ട്. See, belongingness brings obligations. Belongingness implies obligations. Just like the two sides of a coin. ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ പോരാ. ബിലോങ്ങിങ്നെസ്സിന് എന്തുകൊണ്ട്? ഓബ്ലിഗേഷൻസും ഉണ്ട്. ഞാൻ ദൈവത്തിന്റെ വകയാണെങ്കിൽ എനിക്ക് ദൈവത്തോട് ചില കടപ്പാടുകളുണ്ട്. സ്തോത്രം. എനിക്ക് ദൈവത്തോടുള്ള കടപ്പാടുകൾ എന്തൊക്കെയാണ്? സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ നോക്കുന്ന മീൻസ് മെത്തേഡ്സ് ആയത് കേട്ടോ. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കണം. ആ കുഞ്ഞിന്റെ ആ സൈക്കിയിൽ ആ ബിലോങ്ങിങ്നെസ് ഉണ്ടാകണം. അവന്റെ ഓബ്ലിഗേഷൻസിനെ കുറിച്ച് അവൻ്റെ ഉത്ബോധം ഉണ്ടാക്കണം. അപ്പൊ അവനിലെ റൈവൽറി മാറും, സിബ്ലിംഗ് റൈവൽറി മാറും, അവന്റെ ജലസി മാറും. അവന് ശരിക്കും അവന്റെ ഇന്നർ പേഴ്സണാലിറ്റി ഒരു ഗോഡ് പ്ലീസിങ് സ്റ്റേറ്റിലേക്ക് നമുക്ക് അവനെ മോൾഡ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ കൂടെ ഉണ്ടേ സഹോദരങ്ങളെ? നമ്മൾ കാണാൻ മേലാത്തതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് സംശയം പോകുന്നത് ചോദിക്കുക. ഓബ്ലിഗേഷൻസ്. അപ്പൊ ദൈവത്തോട് നമ്മുടെ ഓബ്ലിഗേഷൻസ് എന്താ?
പല ആളുകളും പറയും, ചിന്തിക്കുന്നുണ്ടല്ലോ ദൈവത്തോടുള്ള ദൈവത്തെ ആരാധിക്കണം. കുഞ്ഞുങ്ങൾ ആരും പോലെ പറഞ്ഞു കൊടുത്തേക്കണേ ആരാധിക്കണമെന്നൊന്നുമല്ല. ആരാധിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പലപ്പോഴും ആളുകൾ വിചാരിക്കുന്ന പാട്ട് പാടുന്ന, അങ്ങനെ അല്ലെന്നേ. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ മുഴു ജീവിതവും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി കൊടുക്കുന്നതാണ് ആരാധന. അല്ലാതെ ഇച്ചിരി നേരം അന്യഭാഷ പറഞ്ഞ ആർപ്പിട്ട് പാട്ട് പാടുന്നൊന്നുമല്ല. അതിലൊതുങ്ങുന്നതല്ല ആരാധന. അതല്ലേ റോമാലേഖനം 12:1, സൗരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ നിങ്ങളെ പ്രബോധത്തിനും ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവപ്രസാദം യാഗമായി സമർപ്പിക്കും. ആരാധന എന്നുള്ളൊരു വേറൊരു വാക്കുണ്ടെങ്കിൽ യാഗമെന്ന. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തെ സ്തുതിക്കാൻ കടപ്പെട്ടവനാണെന്നും ആരാധന എന്ന് പറയുന്നത് സ്തുതിയാണെന്നുള്ള ചിന്ത അവനിൽ ഉണ്ടാക്കരുത്. പിന്നെ എന്താ ദൈവം എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുകയും ചെയ്യും? ലവ് ഹിം. ദൈവത്തോട് നമുക്ക് സ്നേഹം ഉണ്ടാകും. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. സ്തോത്രം. The first obligation we have to God is that we should love God. നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. ദൈവം നമ്മളെ സ്നേഹിച്ചു. ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ടതിന്റെ തെളിവെന്താ? സ്തോത്രം. യേശു ക്രിസ്തുവിനെ നമുക്ക് തന്നു. അതല്ലേ John 3:16, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്തോത്രം. എഫേസ്യർ 5:2, ക്രിസ്തു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. Because God loved us, God gave himself to us. If we love God, we should give ourselves to God. ചെറുപ്പത്തിൽ തന്നെ അവന്റെ സൈക്കിൾ ഈ ഐഡിയ കൊടുക്കണം. അവന്റെ മനസ്സിനെ അങ്ങനെ മോൾഡ് ചെയ്യണം. സ്തോത്രം. അയ്യോ, സൺഡേ സ്കൂളിൽ ബിരുദ പരീക്ഷയ്ക്ക് ഫസ്റ്റ് മേടിക്കാന്നല്ല, അതിനല്ല നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. എനിക്ക് സങ്കടം തോന്നി കേട്ടോ. ഒരിക്കൽ എൻ്റെ ഭാര്യ സൺഡേ സ്കൂളിലെ അധ്യാപികയായിരുന്നു. ഒരിക്കൽ പിന്നെ ഒരു പരീക്ഷ കഴിഞ്ഞപ്പോ ഒരു റീവാലുവേഷന്റെ ഒരു പേപ്പർ സൺഡേ സ്കൂളിലെ ഒരു പ്രധാനപ്പെട്ട ആളെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരെണ്ണത്തിനകത്ത് ഒപ്പിടിച്ച് മേടിച്ചോണ്ട് പോയി, കൊടുത്തേച്ച് ഒപ്പിടിച്ച് മേടിച്ചോണ്ട് പോയി. ഇത് ഇവിടെ കൊണ്ട് തന്നേക്കുന്നു, പിന്നെ ആളിനെ ഏൽപ്പിച്ചെന്നു. എന്നിട്ട് അത് റീവാല്യൂ ചെയ്യുക. എന്തിനാ? രണ്ട് കുഞ്ഞുങ്ങൾക്ക് തമ്മിൽ ആർക്കാ ഫസ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് തർക്കം. അതിനുവേണ്ടി രണ്ടുപേരെ കൂടെ റീവാല്യൂ ചെയ്യിക്കാൻ കൊണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യ മേലായി നീ ഇത് മേടിച്ചേക്കരുന്നു. റീവാലുവേഷൻ. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ എന്താ പഠിപ്പിക്കുന്നത്? നമ്മൾ കുഞ്ഞുങ്ങളെ എന്താ പഠിപ്പിക്കുന്നത്? അവനേക്കാൾ ഞാൻ കേമനാവണം. മത്സരമല്ലേ പഠിപ്പിക്കുന്നത്? മത്സരം ഷുഡ് ബി ഹെൽത്തി. കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്യുക. നമ്മൾ മോൾഡ് ചെയ്യുക. അവിടെ സൈക്കിക് ഡെവലപ്മെന്റ് ആണ്. സ്തോത്രം. സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഉണ്ടാക്കണം. സ്തോത്രം. ഐ ഹാവ് ടു ഗിവ് മൈസെൽഫ് ടു ഗാഡ്. ഇവനെ ബിരുദ പരീക്ഷയ്ക്ക് ടോപ്പർ ആകാനല്ല, ഇവൻ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവനാകാനാണ് അവന്റെ മനസ്സൊരുക്കേണ്ടത്. ചെറുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയാണ്ടല്ലോ എന്ത് പറ്റുമെന്നറിയാമോ? അവന്റെ മനസ്സ്, അവൻ സൈക്കോളജിക്കലി ഹി വിൽ ബിക്കം എ റെബൽ. നിങ്ങളെന്റെ കൂടെ ഉണ്ടേ സൗരഭ്യം? കുഞ്ഞുങ്ങളെ കുറച്ച് കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, our Sunday schools are not teaching shops. Our Sunday schools are places where the child psyche is molded to prepare him for eternal life. Sense of belongingness. സ്വയബോധത്തിന്റെ ഘടകമായി ദേഹി.
സ്തോത്രം. ഇങ്ങനെ പറയാറുണ്ട്, സ്തോത്രം, കുഞ്ഞുങ്ങളുടെ മനസ്സ് നനഞ്ഞ സിമെന്റ് പോലാണ്. The mind of a child is like wet cement. സ്തോത്രം. നമ്മള് ഒരു സ്ഥലം വാർക്കുമ്പോ വാർത്ത വെറ്റായിരിക്കുമ്പോ അതിൽ നിന്ന് എന്നാ വാർത്ത ഡേറ്റൊന്ന് കോറിയിട്ട് എഴുതി വെച്ചേ, ഒരിക്കലുമായി അല്ല. ഇതുപോലാണ് ഒരു കുഞ്ഞിന്റെ മനസ്സിൽ ചെറുപ്പത്തിൽ നിങ്ങൾ കോറിയിട്ട് വെക്കുന്ന ഐഡിയ, അവന്റെ മനസ്സിനെ അതനുസരിച്ച് മോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അവനെ കർത്താവിന് വേണ്ടി ഒരുക്കുക. അത് അവന്റെ മനസ്സിൽ നിന്ന് പോകില്ല. സൺഡേ സ്കൂളിൽ ഉണ്ടായ പരാജയമാണ് സഭകളിൽ പ്രതിഫലിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ചൂടാകരുത്. നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചിങ് മെത്തേഡ് അവിടെ സൈക്കോളജിക്കൽ മോൾഡിങ്ങിനുള്ള ഒരു ഉപാധിയാകണം. വി ഷുഡ് നോട്ട് ബി, പിന്നെ ഞാൻ ആവർത്തിക്കുന്നു, വി ഷുഡ് നോട്ട് ബി ടീച്ചിങ് ഷോപ്സ്. വി ഷുഡ് നോട്ട് ബി holding a teaching shop, but a place where the psyche of the child is molded to suit the will of the Lord. ദൈവഹിതത്തിനനുസരിച്ച് ആ കുഞ്ഞിനെ മോൾഡ് ചെയ്യുന്ന, കരുപ്പിടിപ്പിക്കുന്ന, അവന്റെ മനസ്സിനെ കരുപ്പിടിപ്പിക്കുന്ന, മനസ്സിനെ രൂപപ്പെടുത്തുന്ന അവസരമായിരിക്കണം. കുഞ്ഞിന്റെ സൈക്കോളജി നമ്മൾ അറിയണം. സ്തോത്രം. ഹല്ലേലൂയ. See, psychology is all about understanding the mind and the behavior and the functioning of the psyche. അതിൽ ഒരു ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിൽ വേണം നമ്മൾ സൺഡേ സ്കൂളിലെ അധ്യാപകരെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാൻ. സ്തോത്രം. ഞാനിവിടെ ഒത്തിരിയും കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാം പറയാൻ നേരം എടുക്കുന്നില്ല, ഒരാവശ്യമില്ല. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് വിശദീകരണം വേണമെങ്കിലും, അല്ല, ഞാൻ ഏതെങ്കിലും പറഞ്ഞൊരു കാര്യത്തിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിവരം പ്ലീസ് പറയാൻ നിങ്ങൾക്ക് അധികാരവും അവകാശവുമുണ്ട്. അത് നിങ്ങളുടെ അവകാശമാണ്. ഉത്തരം തരുന്നത് എൻ്റെ കടമയാണ്. നിങ്ങളിലുള്ള സ്വാതന്ത്ര്യം കാണിക്കണം. നിയമിക്കപ്പെട്ട സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിവിടെ ഉപസംഹരിക്കുകയാണ്. കർത്താവിന് മടങ്ങി ഒരു വൈകിയാൽ നാളെ നമുക്കൊരുമിച്ച് കാണാം. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഏതെങ്കിലും കാര്യമോ വിയോജിപ്പുള്ള ഏതെങ്കിലും കാര്യമോ ഉണ്ടെങ്കിൽ, കൂടുതൽ വിശദീകരണം ആവശ്യമുള്ള ഭാഗം ഞാൻ പരാമർശിച്ചെങ്കിൽ നിങ്ങളത് അറിയിക്കാനായിട്ട് സ്വാതന്ത്ര്യം കാണിക്കണമെന്ന് ഓർപ്പിച്ചും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വന്ദനം. അമ്മേ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് നമുക്ക് ലഭ്യമാകാനായിട്ട് ഇടയായി തീർന്നു. ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്യാനുള്ള സമയമാണ് നമ്മുടെ സൺഡേ സ്കൂളിൽ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ. ഓരോ കുഞ്ഞുങ്ങൾക്കും വ്യത്യസ്തമായ മാനസികമായ തലങ്ങളുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവരെങ്ങനെ നമ്മൾ പഠിപ്പിക്കേണ്ടത്, അവരുടെ സൈക്കോളജി അത് കൃത്യതയോടെ നമുക്ക് മനസ്സിലാകുകയാണ്. നമുക്ക് ആ ദൈവദിന ചിന്തകൾ, ആശയങ്ങൾ, ആലോചനകൾ ഒക്കെ നമുക്ക് ഏറ്റെടുക്കാം. പിറ്റോ സാറെ പിന്നെയും കർത്താവ് ശക്തീകരിക്കട്ടെ. നാളെ മറ്റന്നാളുമായി നമ്മോടൊപ്പം ഉണ്ടല്ലോ. ഈ 3 ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ദിവസങ്ങളായി മാറട്ടെ. വരുന്നതായ ദിനങ്ങളിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്വമാണ്. വക്രതയും കോട്ടവും നിറഞ്ഞ ഈ തലമുറയിൽ നമ്മുടെ മക്കൾ, നമ്മുടെ കയ്യിൽ കർത്താവ് തന്ന ഈ മക്കൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് അവർ നിൽക്കട്ടെ. നമുക്ക് ഏറിയ ദർശനവും കാഴ്ചപ്പാടും നമുക്ക് ഏറ്റെടുക്കാം. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് നമ്മൾ ഇന്ന് രാത്രിയിലെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. പീറ്റർ ബ്രദർ ഈ സമയം പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കും. അതിനകത്ത് ഏറ്റെടുത്തുകൊണ്ടും പ്രിയ സാറിനെ ഓർത്തുകൊണ്ടും നമ്മുടെ സൺഡേ സ്കൂളിനെ വഹിച്ചുകൊണ്ടും ഈ സമയം പ്രാർത്ഥിക്കും. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രി സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സൺഡേ സ്കൂളായി ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ അധ്യാപകരുമായി ഒരുമിച്ച്
ഈ ദിവസങ്ങൾ കർത്താവിന്റെ പാതപീഠത്തിലായിരിക്കാൻ ഞങ്ങൾക്ക് നൽകിയ നല്ല സാവകാശത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, നന്ദി കരയറ്റുന്നപ്പാ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്മകൾക്കുമായി സ്തോത്രം. ഇതേകാല കർത്താവെ, ഇങ്ങനെ ഒരു മീറ്റിംഗ് ആയി കൂടുവാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ സാവകാശത്തിനായി സ്തോത്രം. അങ്ങയുടെ പുത്യനെ, അങ്ങയുടെ ദൈവദാസനെ അങ്ങയുടെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നപ്പാ. ഞങ്ങൾക്ക് കർത്താവ് കേട്ടതുപോലെ കർത്താവിന് കൊള്ളാകുന്ന, കർത്താവിന് അനുയോജ്യമാകുന്ന ഒരു കർത്താവ് കൂട്ടം കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാൻ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ. കർത്താവെ, അവർ കർത്താവിൻ്റെതാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, അവർ ഒരു സമൂഹത്തിൻ്റെതാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, അവരൊരു കുടുംബത്തിൻ്റെതാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഞങ്ങളെ കർത്താവ് പ്രാപ്തരാക്കണമേ. കർത്താവ്, ഞങ്ങൾ എപ്രകാരം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണമോ അപ്രകാരം അവരെ പഠിപ്പിക്കുവാൻ ആവശ്യമുള്ള കൃപകൾ കർത്താവ് ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ. കർത്താവ്, ഞങ്ങളെ അതിനായി സഹായിക്കണമേ. അങ്ങയുടെ ദാസനെ അങ്ങ് ശക്തമായി ദൈവദിനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിപ്പാൻ ഒരുക്കിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നപ്പാ. കർത്താവെ, നാളെ നടക്കുന്ന കർത്താവ് മീറ്റിംഗിലും ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണമേ. കർത്താവ്, പങ്കെടുക്കുന്ന എല്ലാ ടീച്ചേഴ്സിനായി സ്തോത്രം. ഞങ്ങളുടെ ദൈവദാസനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവ് ഈ ദിവസങ്ങളിലെ ഈ ക്ലാസ്സുകൾ, കർത്താവ് ഈ മീറ്റിങ്ങുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം കർത്താവെ പൈതങ്ങളെ വാർത്തെടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സൺഡേ സ്കൂളായി ഞങ്ങളുടെ സൺഡേ സ്കൂൾ മാറുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ. കർത്താവിനെ സഹായിക്കണമേ. പ്രത്യേക ക്ലാസ് എടുക്കുവാൻ ദൈവദാസനെ ബലപ്പെടുത്തിയല്ലോ, പിന്നെ ബലപ്പെടുത്തണമേ. വരും ദിവസങ്ങളിൽ കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന യാചന കേട്ടതിനാലെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിന്റെ കൃപ കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തു കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ വിശ്വാസവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെ നാം എല്ലാവരോടുകൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ രാത്രികാലം ഇത്രത്തോളം ജയതെന്ന് നമ്മുടെ കർത്താവിന്റെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.